വിറ്റോക്സ് പ്രേക്ഷകർക്ക് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ഇന്നത്തെ വിഷയമെന്ന് പറയുന്നത് ദീപക് ജിയുടെ ബ്രേക്കപ്പുകളാണ്. ഒരുപാട് ആളുകൾ ദീപക് ജിയുടെ മാത്രം ബ്രേക്കപ്പ്, കാരണം ബ്രേക്കപ്പ് ചെയ്തിട്ടില്ല. ഈ കൂട്ടത്തിൽ ബ്രേക്കപ്പ് ചെയ്തിട്ടുള്ളത് ദീപകിന് മാത്രമാണ്. മറ്റുള്ളവർക്ക് ബ്രേക്കപ്പ് എന്താണെന്ന് പോലും അറിയില്ല. എനിക്ക് ആ വാക്ക് ഒട്ടും പരിചയമില്ല. റിൻഷാദ് ആ വാക്കിനെ പറ്റി പുറത്തു പറയാൻ താല്പര്യപ്പെടുന്നില്ല. ജോൺ ജോയ്ക്ക് ബ്രേക്കപ്പിനെ പറ്റി ആലോചിക്കണമെങ്കിൽ അനുവിന്റെ പെർമിഷൻ വേണം. ഹീസ് ട്രാപ്ഡ്. പിന്നെ ആകെ ബാക്കിയുള്ളത് ദീപക്കാണ്. സോ എക്സ്ക്ലൂസീവ് ദീപകിന്റെ ബ്രേക്കപ്പ് ഷോയിലേക്ക് സ്വാഗതം. അനീസിക്ക് എത്ര റിലേഷൻഷിപ്പിലായിട്ടുണ്ട്? ഒരുപാട് ഇഷ്ടം പോലെ. അപ്പൊ അനീസിക്ക് ആരെയും ബ്രേക്കപ്പ് ചെയ്യാറില്ല. ബ്രേക്കപ്പ് എന്നൊരു പോളിസി ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ല, പിന്നെ ബ്രേക്കപ്പ് എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ റൊമാൻറ്റിക് ആയിട്ട് ഒരു പാർട്ണറിന് മാത്രമല്ല, നമുക്ക് ഫ്രണ്ട്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്. എന്ത് ഫ്രണ്ട്സായിട്ട് തല്ലി പൊട്ടിത്തെറിക്കുന്നുണ്ടോ? കാശ് കൊടുത്ത് എല്ലാ തെണ്ടികളും സത്യം. നമ്മൾ തല്ലിപ്പിരിഞ്ഞാൽ പൈസ കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ തല്ലിപ്പിരിയാറില്ല. നമ്മൾ പുറകെ നടക്കണം. നമ്മളെ കമ്മിറ്റ്മെന്റ് എന്നും കൊണ്ട് നടക്കണം. അനീസിക്ക റിലേഷൻഷിപ്പിലായിട്ട് ആ കുട്ടി അനീസിക്കയ്ക്ക് ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ കമ്മിറ്റ്മെന്റ് എന്നുള്ള സാധനം പറഞ്ഞാലല്ല ബ്രേക്കപ്പ് എന്നുള്ള സാധനം വരുന്നുള്ളൂ. അനീസിക്ക കമ്മിറ്റ്മെന്റ് കൊടുക്കാറുണ്ടല്ലോ. കമ്മിറ്റ്മെന്റ്, അതായത് നമ്മളൊരു സാധനം ഇന്ന് മുതൽ നമ്മൾ ഇങ്ങനെ പോവുകയാണെന്ന് പറയുന്നിടത്താണല്ലോ ഇത് തുടങ്ങുന്ന റിലേഷൻ. എന്റെ കേസിൽ നമ്മളൊരു ഓപ്പൺ എൻഡഡ് സാധനമാണ്. മറ്റേ ആൾ ഈ സാധനമാണെങ്കിൽ അവർക്ക് വിട്ടിട്ട് പോവാം. പക്ഷെ അത് ബ്രേക്കപ്പ് ആയിട്ട് കൂട്ടണമെങ്കിൽ രണ്ടുപേരും ബ്രേക്കപ്പ് ആകണ്ട. ഞാൻ ബ്രേക്കപ്പ് ചെയ്യാറില്ല. അങ്ങനെ വിട്ടിട്ട് പോയ ആൾക്കാരുണ്ട്. സത്യം, ഞാനിത് ഓരോരുത്തർ തപ്പി ഒരാളെ കാണാനുണ്ടല്ലോ, മിസ്സാണ്. ഇപ്പൊ രണ്ടു പ്രാവശ്യം വിളിക്കുമ്പോ ഫോൺ എടുക്കാണ്ടിരിക്കുക, അവര് അതൊക്കെ ബ്രേക്കപ്പാണ്. മനസ്സിലാവണില്ല. അനീസിക്ക് ഒരു സ്പേസ് കൊടുക്കും. ആ സ്പേസ് കൂടി 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 അത്രേ ഉള്ളൂ അല്ലേ? അകന്നു പോവും. ഇത് അകൽച്ചയൊന്നും ഇല്ല ഇതിനകത്ത്. പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ പഴയ പാർട്ട്നേഴ്സ് ഒക്കെ ആയിട്ട് ഇപ്പോഴും നല്ല ടേംസിലാണ്, എപ്പോഴും സംസാരിക്കും. പക്ഷെ ചിലരത് പ്രിഫർ ചെയ്യില്ല. ചിലർക്ക് സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവത്തില്ല. അവര് വിഷമം തോന്നൂലേ? ഇല്ല. അവരെ സംബന്ധിച്ച് അവരുടെ ചോയ്സും ഹാപ്പിനെസ്സും ആണല്ലോ, അവരുടെ തീരുമാനമാണല്ലോ. തീരുമാനത്തെ ബഹുമാനിക്കാൻ നമുക്ക് വിഷമമാണ്. ഇപ്പം അവര് ഞാൻ എഴുന്നേറ്റ് ബഹുമാനിക്കും, ഞാനല്ലെന്നേ ഉള്ളൂ. ആ സമയത്ത് നിന്നെ എഴുന്നേറ്റ് നിൽക്കും. ഈ തീരുമാനം കേട്ടിട്ട് സത്യം പറഞ്ഞാൽ നമ്മളുടെ ഹാപ്പിനെസ് പ്രയോറിറ്റൈസ് ചെയ്യാന്നുള്ളതാണ് അതിന്റെ ഒരു മെയിൻ അല്ലേ? നമ്മുടെ ഹാപ്പിനെസ് പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. അതായത് ഇങ്ങനെ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലോട്ട് വരുമ്പോ ആഫ്റ്റർ പോയിന്റ് ഈ ബ്രേക്കപ്പിന് ഇത്ര സ്റ്റേജുകൾ ഉണ്ട് എന്നൊക്കെ പറയില്ലേ? 5 സ്റ്റേജ്. 2 സ്റ്റേജ് പ്രണയവും 5 സ്റ്റേജ് ബ്രേക്കപ്പാണ്. പ്രണയത്തിന് 7 സ്റ്റേജ്, കൽബി പറയുന്ന പ്രണയത്തിന് 7 സ്റ്റേജ് ഉണ്ടെന്നാണ്. അത് മരണം വരെയുള്ള സാധനം, മോത്തൊക്കെയാണ് അവസാനം. അത് ലവിന്റെ അവസാനം മരണമാണെന്നാണ് പുള്ളി പറയുന്നത്. ബ്രേക്കപ്പിന് 5 സ്റ്റേജ് പറയുന്നുണ്ട്. അതില് ആദ്യം ഡിനയലാണ്, ഏറ്റവും അവസാനം അക്സെപ്റ്റൻസ് ആണ്. അതിങ്ങനെ കട്ട് ആദ്യം ഡിനയൽ, അതാണ് അനീസിക്ക. ഉണ്ടായിട്ടില്ല. രണ്ടാമത്തത് ആങ്കർ, മൂന്നാമത്തത് ബാർഗൈനിങ്, തിരിച്ചു വാ എന്നെ വിട്ടിട്ട് പോയല്ലേ. നാലാമത്തത് ഡിപ്രഷൻ, അവൾ എന്നെ വിട്ടിട്ട് പോയി. അഞ്ചാമത്തെ അക്സെപ്റ്റൻസ്. ഒരു 10,000 ആൾക്കാർ എടുത്തൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനുണ്ടാവുന്ന ഒരു പാറ്റേൺ കാണും. ആൾക്കാരെല്ലാം എന്റെ ഇങ്ങനത്തെ ഒരു പാറ്റേൺ വന്നിട്ടുണ്ട്. കാരണം ഞാനായിരിക്കും ഇപ്പൊ കഴിഞ്ഞ റിലേഷൻഷിപ്പിൽ ഞാൻ തന്നെയാണ് ഒരു ലെവൽ ഇനിഷ്യേറ്റീവ് എടുത്തത്. പിന്നെ ഞാൻ ഒരു ബാർഗൈനിങ്ങിലോട്ട് പോയി. എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല, സ്റ്റാൻഡപ്പും വേണ്ട, വിറ്റും വേണ്ട. ആങ്കർ ഉണ്ടായിരുന്ന
ആങ്കർ. അപ്പൊ നമ്മളങ്ങനെ ചോദിക്കുമ്പോ അവര് റിജക്ട് ചെയ്യുമ്പോ നമുക്ക് ആങ്കർ വരുമല്ലോ, എന്നെ എങ്ങനെ വിട്ടിട്ട് പോകാൻ തോന്നുന്നു. എങ്ങനെയല്ലേ? ഇല്ല, എനിക്ക് നിന്നെ ഞാൻ മൂവ് ഓൺ ചെയ്തു, അതെങ്ങനെ പറയാൻ പറ്റുന്നു, ഇന്നലെ വരെ നമ്മൾ പ്രണയത്തിലല്ലായിരുന്നോ, അവർ തന്നെ വരും. അല്ല, എനിക്ക് ഇതില് നിന്റെ ഈ ലാസ്റ്റ് ബ്രേക്കപ്പ് ആരുടെ കോളായിരുന്നു? ബ്രേക്കപ്പ് എന്ന് വെച്ചാ എന്തായാലും എല്ലാം ഓവർ കോളാണ്. പുള്ളിക്കാരി ഓസ്ട്രേലിയയിലോട്ട് പോയല്ലോ. പുള്ളിക്കാരി കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഓസ്ട്രേലിയയിലോട്ട് പോയല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓസ്ട്രേലിയയിലോട്ട് വരാമെന്ന് പറഞ്ഞ് 3-4 മാസം നിന്നു. അപ്പോഴത്തേക്ക് എന്തായി, എനിക്ക് നിങ്ങളെ വിട്ട് പോകാൻ പറ്റുന്നില്ല. ഞാൻ എങ്ങനെ എന്റെ വിറ്റും റിൻഷാദിനെയൊക്കെ വിട്ടിട്ട് സുജിത്തേട്ടനെയൊക്കെ വിട്ടിട്ട് പോകും. ബാംഗ്ലൂർ വരെ പോകണോ? അതെല്ലാം വീക്കെൻഡും വരാം. വലിയൊരു പറ്റുണ്ടാക്കി അപ്പൊ ഞാൻ വിചാരിച്ചു അത് പറ്റില്ല. അപ്പൊ പിന്നെ അവള് പറഞ്ഞു എന്നാ ശരി അവള് വരാന്ന് പറഞ്ഞു. ഇങ്ങോട്ട് അപ്പൊ അതെനിക്ക് പറ്റത്തില്ല. അത് ഒരു മാസം കഴിഞ്ഞപ്പോ അവള് പറഞ്ഞ അവൾക്കും അത് പറ്റൂല. അപ്പൊ പിന്നെ നമ്മള് ഇനി ഇതിന് ഫ്യൂച്ചർ ഇല്ലല്ലോ, നമുക്ക് എന്നും ഒരുമിച്ചിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനത്തെ ഒരു സാധനം വന്നപ്പോൾ നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പൊ നിനക്ക് ഈ കാഞ്ചനമാല മൊയ്തീൻ അങ്ങനത്തെ പ്രണയം എനിക്കത് പിന്നെ ബ്രേക്കപ്പ് കഴിഞ്ഞിട്ടാണല്ലോ മനസ്സിലായത്. അല്ലെങ്കിൽ ഞാൻ വളരെ ലോജിക്കലി ജീവിതം അപ്രോച്ച് ചെയ്യുന്ന ഒരാളാണല്ലോ. അപ്പൊ ഞാൻ വളരെ ലോജിക്കലായിട്ട് പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാം, എന്തായാലും വേറെ ആൾക്കാരുണ്ടല്ലോ, ആൾക്കാർക്ക് ക്ഷാമമൊന്നുമില്ലല്ലോ ഈ ലോകത്ത്. എന്റെ താല്പര്യങ്ങൾക്ക് അനുയോജ്യമായ ഒരാളെ ഞാൻ കണ്ടുപിടിക്കുന്നു. നിന്റെ താല്പര്യങ്ങൾക്ക് അനുയോജ്യമായ ആളെ നീ കണ്ടുപിടിക്കുന്നു. ഇവളിത് പറഞ്ഞപ്പോ തന്നെ ആളെ കിട്ടി. നമ്മൾ രണ്ടുപേരും ഹാപ്പി ആയിരിക്കുക എന്നുള്ളതല്ലേ. ഇപ്പം ഞാൻ തന്നെ എൻ്റെ ആഗ്രഹങ്ങൾ സാക്രിഫൈസ് ചെയ്ത് അവിടെ വരികയാണെങ്കിൽ എനിക്കെന്നും ജീവിതത്തിലൊരു വിഷമം കാണും അല്ലേ. ഇല്ല, നീ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന നീ 2 പെഗടിച്ച പിന്നെ അവളെ തെറിവിളിക്കും. എങ്ങനെ പോന്ന ആളായിരുന്നു ആ വിറ്റൊക്കെ. അത് കഴിഞ്ഞിട്ട് ഇപ്പം അവളും ഇങ്ങോട്ട് വന്ന അവൾക്ക് ഒരു കോംപ്രമൈസ്. അവൾക്ക് പ്രായം കുറവാണ്, രണ്ടുപേരും ഫ്രസ്ട്രേറ്റഡ് ആവും അല്ലേ. പിന്നെ അവൾക്കും ഒരു 25-26 വയസ്സല്ലേ ഉള്ളൂ. അപ്പം അങ്ങനെ അത്ര ക്ലാരിറ്റി ഒന്നുമില്ല ജീവിതത്തിൽ എന്ത് വേണം എന്നുള്ള. അപ്പോൾ നമ്മൾ തീരുമാനിച്ചു. അതിൽ ഞാനൊരു ആക്റ്റീവ് പാർട്ടായിരുന്നു ഈ തീരുമാനം എടുക്കണില്ല. ഞാൻ പറഞ്ഞു ശരി നമുക്കെന്താ. ഞാൻ പിന്നെ ഇത്ര ബെറ്റർ ആയല്ലോ. ഞാൻ പണ്ട് ഈ റിലേഷൻഷിപ്പിൽ കയറിയ പോയിന്റ് പോലെ അല്ലല്ലോ ഞാനിപ്പോൾ ലൈഫിൽ. ഞാൻ കുറേ സോർട്ട് ചെയ്തുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ ഞാൻ എന്തായാലും ഇനി ഐ ക്യാൻ ബി ഓൺ മൈ ഓൺ. എനിക്ക് റിലേഷൻഷിപ്പ് ഒരു നീഡല്ല, ഇനി വേറെ ഒരു വോണ്ട് മാത്രമാണ്. റിലേഷൻഷിപ്പ് ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. പിന്നെ നമുക്ക് എന്തായാലും വേറെ ഫിസിക്കലായിട്ടൊന്നുമില്ല, ലോങ് ഡിസ്റ്റൻസ് തന്നെയാണ്. അതിൽ ഞാൻ സെൽഫ് പ്ലഷറിങ്ങിൽ ഭയങ്കര സന്തുഷ്ടനായി നിൽക്കുന്ന കാലം. അപ്പോൾ ഞാൻ അങ്ങനെ ഓക്കെ നമുക്ക് ബ്രേക്കപ്പ് ആവാം. അങ്ങനെ പിന്നെ നമ്മൾ വിചാരിച്ചു ഓക്കെ നമുക്ക് എന്തായാലും ഇതൊരു ജൂലൈ വരെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. ജൂലൈയിൽ കണക്ക് ഞാൻ ജൂലൈയിൽ ഓസ്ട്രേലിയയിലോട്ട് നമ്മൾ അവസാനമായിട്ട് കണ്ടു ബ്രേക്കപ്പ് ചെയ്യാം. അങ്ങനത്തെ ഒരു സാധനം പറഞ്ഞു. ബ്രേക്കപ്പ് സെക്സ് ആ സാധനം. ബ്രേക്കപ്പ് സെക്സ് ഒന്നുമല്ല. അല്ല അങ്ങനെ അതൊരു തിങ് ആണല്ലോ. അതൊരു തിങ്ങാണ്. ഇങ്ങനെ കുറെ തിങ്ങുകൾ വരുന്നില്ല ഈ കാലഘട്ടത്തിൽ. അതൊരു ട്രെൻഡാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. മേക്കപ്പ് സെക്സ് അറിഞ്ഞൂടെ? അതായത് അടി ഉണ്ടായി കഴിഞ്ഞിട്ട് സെക്സ് ചെയ്ത് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക. അതായത് ഇഷ്യൂസിനെ കുറിച്ച് സംസാരിക്കേണ്ട സെക്സ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇഷ്യൂസിനെ പറ്റി കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ട് സംസാരിക്കാം. ഇത് പേരുണ്ടായിരുന്നില്ല. പണ്ട് ഈ ഭാര്യ ഭർത്താവ് തല്ലുകൂടിയിട്ട് 2 വീട്ടിലേക്ക് മാറി താമസിക്കും. അതിനുശേഷം ഈ തല്ല് തീർന്നു കഴിയുമ്പോൾ ഒരു കുട്ടി ഉണ്ടാവും. മേക്കപ്പ് സെക്സിൽ പണ്ട് കാലങ്ങളിൽ ഇതിന് പേരില്ലാന്നുണ്ടായിരുന്നു. അങ്ങനെ കുറെ മേക്കപ്പ് പിള്ളേരുണ്ട്. ജൂലൈ പോയി ഒരുമിച്ച് കണ്ടിട്ട് ബ്രേക്കപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ നമ്മള് ബ്രേക്കപ്പ് കഴിഞ്ഞാൽ ബെസ്റ്റീസ് ആയിട്ടിരിക്കും. നമ്മളിപ്പോഴും ബെസ്റ്റീസ് പോലെ ആണല്ലോ. സത്യം പറഞ്ഞാണല്ലോ ഈ കാലഘട്ടത്തിൽ ജീവിക്കാനേ പറ്റില്ല. നമുക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മൾ എന്തായാലും ഇപ്പോഴും ബെസ്റ്റീസ് പോലെ തന്നെയാണല്ലോ. എങ്ങനെ ആണോ ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞ കട്ട് ചെയ്താൽ മതിയല്ലോ. വേറെ അപ്പോൾ ശരിക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റും ആ ഒരു മോഡ്. എനിക്ക് എല്ലാവരും എന്നെ കൊണ്ട് പറ്റില്ല. അത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അപ്പോ ജൂലൈ എന്നിട്ട് എന്ത് പറ്റി നമുക്കാണെങ്കിൽ ലെറ്റർ എഴുതുന്ന കാര്യം ഉണ്ടായിരുന്നു. അത് 500 ദിവസം തയ്ക്കാൻ വേണ്ടിയിട്ടാണ് ജൂലൈ വരെ. ഞാൻ പറയാം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ബേസിക്കലി എന്താണുള്ളതെന്ന് വെച്ചാൽ എനിക്ക് ജോലിയുടെ തിരക്ക് ഭയങ്കരമായിട്ടുണ്ട്. അവളാണെങ്കിൽ ജോലിയുണ്ട്, സ്റ്റുഡൻറ്റുമാണ്, അതിൻ്റെ തിരക്കുണ്ട്. പിന്നെ ടൈം സോൺ ഡിഫറൻസ് ഭയങ്കര ഒരു ഇഷ്യൂ ആണ്. കാരണം എന്ന് വെച്ചാൽ അവള് എനിക്കൊരു 7 മണി കഴിഞ്ഞ് ഞാൻ ഫ്രീ ആകുമ്പോൾ അവൾ ഉറങ്ങിക്കഴിഞ്ഞു. ഞാൻ രാവിലെ ലേറ്റ് ആയിട്ടാണ് ഇരുന്നേക്കണം. അപ്പം അങ്ങനെയൊക്കെ വന്ന് ഇങ്ങനെ ഒരു
തണുപ്പൻ ഇതിലോട്ട് പോയി. അപ്പൊ പിന്നെ ഇതിനി നീട്ടിക്കൊണ്ട് പോകണ്ട എന്നുള്ളൊരു സാധനത്തിൽ, പക്ഷെ നമ്മൾ ലെറ്റർ എഴുതുന്നുണ്ടല്ലോ, ആ ലെറ്റർ നമ്മൾ 500 തികയ്ക്കണം എന്നുള്ളൊരു സാധനത്തിൽ നമ്മൾ 500 ലവ് ലെറ്റേഴ്സും 501ാമത്തെ ബ്രേക്കപ്പ് ലെറ്റർ എഴുതി നമ്മൾ നമ്മുടെ റിലേഷൻ നിർത്തുന്നതായിരിക്കും. അത് നോട്ടീസ് പീരീഡ് ഇട്ട് നിർത്തിയ ഒരു റിലേഷൻഷിപ്പാണ്. ഒരു കൈയടി. അതായത് മ്യൂച്വൽ ഒരു കോർപ്പറേറ്റ് പ്രണയം. മ്യൂച്വലിൽ ഏറ്റവും മ്യൂച്വൽ ആയിട്ട് അതിന്റെ അവസാനത്തെ ലെറ്ററിൽ അങ്ങനെയൊക്കെ ആയിരിക്കും, ഭയങ്കര ഫോർമലായിട്ട്. ഐ ഹിയർബൈ റിസൈൻ ഫ്രം ദിസ് റിലേഷൻഷിപ്പ്. ഒരു എക്സ്പീരിയൻസ് ലെറ്റർ അവസാനം. ഐ ഹാവ് സർവൈവ്ഡ് ദിസ് ഫോർ ദിസ് മെനി ഡേയ്സ്. അല്ല, നമ്മൾ അവസാനം നല്ല കാമുകയാണ്. അതൊക്കെ ഞാൻ കൊടുത്തിട്ടില്ല. ഒരു സീലൊക്കെ അടിച്ചു വിട്ടിട്ടുണ്ട്. അപ്പൊ 501 ലെറ്റർ എഴുതി നിങ്ങൾ? 501 എഴുതി. അതായിരുന്നു ഏപ്രിലിൽ ബ്രേക്കപ്പ് നടന്നത്. ഇത് നമുക്കൊരു ബുക്കായിട്ട് പബ്ലിഷ് ചെയ്യണം അല്ലേ? ലെറ്റർ എന്തേ? ആ ലെറ്റർ എന്റെ കളക്ഷൻ ദീപക് എല്ലാ ദിവസവും അത് ഫോട്ടോ എടുത്തിട്ടാണ് പുള്ളിക്കാരിക്ക് അയക്കുന്നത്. ഇവിടെ കൈകൊണ്ട് എഴുതിട്ട് ഫോട്ടോ എടുത്തിട്ട്. ഇല്ല, ചിലപ്പോ ഞാൻ ഓൺലൈൻ തന്നെ ടൈപ്പ് ചെയ്ത് അയക്കാറുണ്ട്. അപ്പൊ 500 പേപ്പേഴ്സ് ഇല്ല? 500 പേപ്പേഴ്സ് ഇല്ല, ഒരു 300 പേപ്പേഴ്സേ ഉള്ളൂ. പേപ്പർ വേണമെന്നില്ലല്ലോ, എന്തായാലും അതിൽ നമുക്ക് ഡിജിറ്റൈസ് ചെയ്തിട്ട് നമുക്ക് ബുക്കായിട്ട് അങ്ങ് ഇറക്കാം. 500 days of love. 500 ഇത് ജനസ് മുഹമ്മദിനെ കൊണ്ട് നമുക്ക് ഡയറക്റ്റ് ചെയ്യും. 500 ലെറ്റേഴ്സ്. 500 ലെറ്റേഴ്സ്. 500 Days of Summer എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അത് നല്ല സിനിമയാണ്. 500 Days of എന്താ പേര് പറയണ്ട അല്ലേ? അപ്പൊ എനിക്ക് ഇനി എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ റിലേഷൻഷിപ്പ് ഇതാവണം എന്ന് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അതായിരുന്നു ജില്ലേ വരെ കൊണ്ടുപോകാനുള്ള താല്പര്യം. എന്ന് കൊറേ ചട്ടക്കൂടുകൾ ഉണ്ടാക്കിയിട്ട് നീ ട്രൗസർ ടാർഗറ്റ് വെച്ചു ദാറ്റ് ഇത്ര ഡേയ്സ് കടക്കണം എന്നുള്ളത് അല്ലേ? നമ്മളെ ശരീരത്തിനനുസരിച്ചുള്ള കുപ്പായം ഉണ്ടാക്കണം. കുപ്പായം ഉണ്ടാക്കിയിട്ട് ശരീരം അങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അല്ല, ഇവരാണ് ഒരു ലക്ഷ്യം വെച്ചിട്ട് ടീഷർട്ട് മേടിച്ചു വെച്ചിട്ടുണ്ട് മെലിയുമ്പോ ഇടാന്ന് പറഞ്ഞിട്ട് പോടാ. ഇവൻ 500 ദിവസം തികയ്ക്കാൻ വേണ്ടി ഒരു പ്രണയം. അതെന്താണ്, നമുക്കങ്ങനെ ഒരു എനിക്കൊരു ക്ലാരിറ്റി ഉള്ള നല്ലതാണല്ലോ. നമ്മള് തീരുമാനം എടുക്കുന്ന തികച്ചും നീ തികച്ചും ശരിയാണ്. നീ ഓക്കെ, HD ആണ്, ഫുൾ HD. എനിക്കാണെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആകുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ്, വേറെ ആളെ കിട്ടും, ഡേറ്റിങ്ങിലൊക്കെ ഇറങ്ങിയ കുറെ പേരുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ്. അപ്പൊ നമുക്ക് അതിന്റെ എക്സൈറ്റ്മെന്റ് ആണ്, അതിന്റെ അക്കരെ പച്ചയാണ്. പക്ഷെ അക്കരയിൽ ഇറങ്ങുമ്പോഴല്ലേ മനസ്സിലാകുന്നത് പച്ച. ആ പച്ചകളെല്ലാം വിക്ടോക്സ് കണ്ടിട്ട് അവരെല്ലാരും മെസ്സേജ് അയച്ചു നിന്നോടല്ല. ദീപക് ബമ്പിളി കയറിയിട്ട് ലൈക്സ് വന്നു കഴിഞ്ഞപ്പോ അവരാദ്യം ചോദിക്കുന്നതാണ് 6 മാസത്തിനകത്ത്. അതെ, 6 മാസത്തേക്ക് ഡേറ്റ് ചെയ്യലെന്ന് തെറപ്പിസ്റ്റ് പറഞ്ഞതല്ലേ. അത് 2-3 പേര് ചോദിച്ചു. അത് ശരിക്കും വിക്ടോക്സ് നമ്മളെ ആവശ്യത്തിലുള്ള ഇൻഫർമേഷൻ പുറത്തുവിടുന്നുണ്ട്. എനിക്ക് എപ്പിസോഡിൽ പേടി അതാണ്. ഇത് ഈ ബ്രേക്കപ്പ് അല്ലാതെ ഇതിന് മുമ്പേ ഉള്ള ബ്രേക്കപ്പ് എല്ലാം കുറച്ചൊക്കെ എന്റെ കാരണം കൊണ്ടാണ്. മുഴുവൻ. അപ്പൊ ഞാനൊരു മൈരനായി തീരുമെന്ന് എനിക്ക്. ഇന്നത്തെ സമൂഹത്തിൽ മൈരനായാലും നീ നല്ലൊരു തിരിച്ചറിഞ്ഞ് നിന്റെ തെറ്റുകൾ ഈ റിലേഷൻഷിപ്പിൽ ഞാനതെല്ലാം മദ്യത്തിലും കഞ്ചാവിലും ഇട്ടിട്ട്. എന്നിട്ട് ഏപ്രിലിൽ നിങ്ങൾ ബ്രേക്കപ്പ് ആയി, ജൂലൈ എന്ന് പറഞ്ഞിട്ടും അതിന് നിനക്ക് വ്യക്തമായ ഒരു ഓർമ്മയില്ല എന്തുകൊണ്ടാണ്? ഇതിങ്ങനെ ഫെബ്രുവരിയിലൊക്കെ ആയപ്പോ ഇതിങ്ങനെ ഫെബ്രുവരിയിൽ മഴ അല്ല മാർച്ചിൽ മഴ വരും. അപ്പൊ അതിനു മുമ്പ് എന്നുവെച്ചാ അതിങ്ങനെ ആ ഒരു ഒക്കെ ഇത്ര നീട്ടിക്കൊണ്ട് പോകണ്ടല്ലോ, അങ്ങനത്തെ ഒരു സാധനം. വൺ ലാസ്റ്റ് ടൈം കാണണം അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഉണ്ട് എനിക്ക്. ഇപ്പൊ ഉണ്ട്. അന്ന് ഞാൻ വിചാരിച്ച കുഴപ്പമില്ല, നമുക്ക് കാണാം, നമുക്ക് ജൂലൈ കാണാം, നമുക്ക് ഫ്രണ്ട്സ് ആയിട്ട് കാണാം. വൈ ജൂലൈ? അല്ല, ജൂലൈയിൽ നമ്പറല്ല, ജൂലൈ കാണാം. ഓഗസ്റ്റ് ആണ് അവളുടെ ബർത്ത്ഡേ. അപ്പൊ ജൂലൈ ലാസ്റ്റ് വീക്കെൻഡ് ഞാൻ ഓസ്ട്രേലിയ പോകാൻ പ്ലാൻ ചെയ്യുന്നത്. ഇനിയും പോവാലോ? ഇനിയും പോവാൻ പറ്റും, ഇനിയും പോവായിരിക്കും. വീട്ടിൽ നിന്ന് റിൻഷാദ് ഒരു മാസം ദീപുന് ലീവ് കൊടുക്കണം ജൂലൈയിൽ ലാസ്റ്റ്. ഒരു കാര്യം 6 ആഴ്ചത്തേക്ക് ലീവ് കൊടുക്കണം. റിൻഷാ അത്ര വേണ്ട, അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റും കൊടുത്തേക്ക്. അത് മാത്രമല്ല വീട്ടിന്റെ ഭാഗത്ത് നിന്നും ദീപക് മോഹന് നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് കൊടുക്കുന്നതായിരിക്കും. കപ്പലിൽ പോയിട്ട് 3 വീക്സിൽ 1.5 വീക്സ് അങ്ങോട്ട് പോകാനും 1.5 വീക്സ് തിരിച്ചു വരാനും. ജൂലൈ പോകും അത് കഴിഞ്ഞിട്ട് ബ്രേക്കപ്പ് കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ, അങ്ങനെ ഞാൻ പുതിയ ആൾക്കാരെയൊക്കെ ഡേറ്റ് ചെയ്തൊക്കെ തുടങ്ങി. ഞാൻ അത് കഴിഞ്ഞിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഞാനൊരു മണ്ടത്തരമാണ് കാണിച്ചത്. ഞാൻ മറ്റേ നീ മണ്ടത്തരം കാണിക്കുള്ളൂ എന്നുവെച്ചാ ഞാനാണെങ്കിൽ ഇതിലെ ഒരു മേജർ കാരണം എന്താണ്, ഇവിടെ സ്റ്റാൻഡപ്പും വിറ്റും
ആണ് എന്റെ എടാ, പ്രയോറിറ്റി. പോടാ. സത്യം. പറയട്ടെ. അതുകൊണ്ടാണ് ഞാൻ സത്യം. റിൻഷ, അതുകൊണ്ടാണ് ഞാൻ please. എനിക്കത് വേറെ അയാൾ ഇഷ്ടം. അയാളുടെ ഹൃദയം തുറക്കുകയില്ലേ? പറ ദീപു. അപ്പൊ നീ ചെമ്പരത്തി പോവാന്ന് പറയാ നീ വിറ്റ് സ്റ്റാൻഡപ്പും ഒക്കെ ഇവിടെ ഉണ്ടല്ലോ, അത് ഞാൻ എങ്ങനെ കളഞ്ഞിട്ട് പോകുമെന്നുള്ളതുകൊണ്ടാണ് നീ ബ്രേക്കപ്പ് ആയാൻ. അതെ ബ്രേക്കപ്പ് സത്യം. അതെ റിൻഷ അല്ലാതെ എനിക്കെന്ത് വേറെ കാരണം ഇവിടെ അവൻ നിന്റെ കൂട്ടുകാരൻ, നിന്റെ ഹൃദയം അറിയാം. നീ പറ ദീപു. അപ്പൊ അങ്ങനെ ഇവിടെ എന്തിന് റിൻഷ പോലെ വിറ്റൊരു കുടുംബം കലക്ക് തന്നെയല്ലേ റിൻഷയുടെ ബ്രേക്കപ്പ് ബ്രേക്കപ്പ് കാരണം വിറ്റാണ്, ദീപുവിന്റെ ബ്രേക്കിലെ വിറ്റാണ്. എന്റെ ജീവിതം നിലനിന്ന് പോണത് അല്ല, ഇതിപ്പോ നമ്മൾ വിറ്റോക്സി അധികം പറഞ്ഞ ജോണിനെ ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ട്. കുറെ പിടിച്ചു പറയണോണ്ട് നമ്മൾ പരിധി വരെയൊക്കെ. അങ്ങനെ പിന്നെ ഞാനാണെങ്കിൽ ഡേറ്റിനൊക്കെ പോയി തുടങ്ങിയപ്പോൾ ഞാൻ ഡേറ്റിന് പോകും. അത് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ആൾക്കാരെ മീറ്റ് ചെയ്തെങ്കിലും എനിക്ക് വൈബായിട്ടില്ല. അങ്ങനെ വൈബ് അത്ര അടിച്ചിട്ടില്ലാത്ത കൊണ്ട് ഞാനാണെങ്കിൽ പിന്നെ അതുമല്ല, എൻ്റെ കഴിഞ്ഞ 1.5 വർഷത്തിലൊരു മേജർ സാധനം വർക്കൗട്ടാണ്. വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് എൻ്റെ മൂഡൊന്ന് ശരിയാവണം. വർക്കൗട്ട് ചെയ്തില്ല. ഇപ്പോൾ ഇനി കുറച്ചാളായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റണില്ല. റിലേഷൻ ബ്രേക്കപ്പ് ആയതുകൊണ്ട്. അതെ, ഇവിടെ ബ്രേക്കപ്പ് ആയതുകൊണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ജോലി സ്ട്രെസ്, എൻ്റെ ജോലിയിലൊരു സീൻ നടന്നു. അതായത് ഞാൻ ആക്ച്വലി എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ, ഞാനൊരു ക്രിയേറ്റീവ് ലീഡായിട്ട് ഞാൻ ആദ്യം കമ്പനിയിൽ ജോയിൻ ചെയ്തത് ബിസിനസ് റോളായിരുന്നു. അത് കഴിഞ്ഞ് എന്നെ ഒരു ക്രിയേറ്റീവ് റോളിലോട്ട് മാറ്റി. ക്രിയേറ്റീവ് റോൾ ഞാൻ നല്ലപോലെ ചെയ്തപ്പോൾ എന്നെ ക്രിയേറ്റീവ് റോളിൽ പ്രൊമോട്ട് ചെയ്യാം എന്നൊരു സാധനം വന്നു ഈ അപ്രൈസൽ സീസണിൽ. അങ്ങനെ എന്നെ ക്രിയേറ്റീവ് റോളിൽ പ്രൊമോട്ട് ചെയ്യാൻ എൻ്റെ മാനേജർ പോയപ്പോഴാണ് എൻ്റെ മാനേജറിന് മനസ്സിലായത് ഞാൻ ഇതിൻ്റെ ഒക്കെ മുകളിൽ ഒരു ബിസിനസ് റോളിലാണ് പാക്കേജ് അത്ര ഇരിക്കുന്നതെന്ന്. അത് ഈ മാനേജർ അറിഞ്ഞതിന് ശേഷം എൻ്റെ എന്നുള്ള എക്സ്പെക്ടേഷൻസ് വളരെയധികം മാറിയിട്ടുണ്ട്. ഇപ്പം ഞാൻ 2-3 ടീംസിനെ മാനേജ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതും ഭയങ്കര ഹെക്റ്റിക്കായി. പക്ഷെ ഇവൻ നന്നായിട്ട് വർക്കിൽ നന്നായിട്ട് ശോഭിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ കുഴപ്പമൊന്നുമില്ല. എനിക്ക് പക്ഷേ ക്രിയേറ്റീവ് ആയിരുന്നു അടിപൊളി. ഞാൻ ശരിക്കും ആ ജോലി ചെയ്തിട്ടപ്പോൾ ഞാൻ ശരിക്കും ചിന്തിച്ചിട്ടുണ്ട്. അത് ബേസിക്കലി റൈറ്റർ ആയിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇത്രയും കാശിനൊരു റൈറ്റർ ആവാൻ പറ്റുന്നത് ശരിക്കും ഒരു ഞാൻ അത്രയും കാശിന് ഈ ജോലി ഭയങ്കര അടിപൊളിയാണെന്ന് ഞാൻ കുറേ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇത് കണ്ണു പറ്റാന്ന് പറഞ്ഞൊരു പരിപാടി, ആരോടും പറയരുത്. അപ്പൊ നിന്റെ വർക്ക്ലോഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നീ സ്ട്രെസ്ഡ് ആയിരുന്നു. അങ്ങനെ ഭയങ്കര എനിക്കപ്പം ഇമോഷണൽ കംഫർട്ടില്ല. അപ്പം പിന്നെ ഞാനാണെങ്കിൽ എൻ്റെ തെറപ്പിസ്റ്റിനെ വിളിച്ച് ഞാൻ ചൂടായി. നിങ്ങളല്ലേ പറഞ്ഞ ബ്രേക്കപ്പ് ചെയ്യാൻ? അങ്ങനെയല്ല, ഞാൻ ബ്രേക്കപ്പിൻ്റെ കാര്യം തെറപ്പിസ്റ്റിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ തെറപ്പിസ്റ്റിൻ്റെ അടുത്ത് നിങ്ങൾ എന്നെ ഞാൻ ശരിക്കും എൻ്റെ ജീവിതത്തിൽ ആകെ ലോങ് ടേം റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഈ തെറപ്പിസ്റ്റാണ്. 5 വർഷമായിട്ട് എന്നെ കാണുന്ന തെറപ്പിസ്റ്റാണ്. അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞു, നിങ്ങൾ 5 വർഷം കണ്ടിട്ട് നിങ്ങൾ എന്നെ ഏറ്റവും ഹെൽത്തി ആയിട്ട് കണ്ട കഴിഞ്ഞ 1.5 വർഷമാണ്. നിങ്ങൾക്കെങ്കിലും പറഞ്ഞുവിടായിരുന്നോ ബ്രേക്കപ്പ് ആവാതെ ഇരിക്കണം എന്നുള്ള? നിങ്ങൾ എന്ത് അനാലിസിസ് ആണ് നടത്തണെന്നൊക്കെ പറഞ്ഞു. ശരിക്കും നീ ബ്രേക്കപ്പ് ആകുന്നതിന് മുമ്പ് പുള്ളിക്കാരുടെ അഭിപ്രായം തെറാപ്പിസ്റ്റുകളൊക്കെ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. ഓരോരുത്തർ ആത്മഹത്യ ചെയ്യേണ്ടി വരും. അത് പറയത്തില്ല. നീ ചോദിച്ചിരുന്നു. അതെ. പക്ഷെ ഞാനും അന്ന് അത്ര കൺവിൻസ്. ഞാൻ എൻ്റെ സാധാരണ തെറപ്പിയിൽ ഞാൻ തെറപ്പിസ്റ്റ് സംസാരിക്കാറില്ല. ഞാൻ തന്നെയാണ് ചറവറ സംസാരിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് പറയാം, അവര് ഓക്കെ അവരെന്തെങ്കിലും ചോദ്യം ചോദിക്കും, ഞാൻ ഓക്കെ. ഞാനിങ്ങനെ ഒരു കാര്യത്തിൽ കൺവിൻസ്ഡ് ആകുമ്പോൾ ഭയങ്കര കൺവിൻസ്ഡ് ആണല്ലോ അതിൽ. ഞാൻ വേറെ ചിന്തിക്കാറില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഇതൊക്കെയാണ് എനിക്ക് എൻ്റെ സ്വപ്നമൊന്നും കളഞ്ഞ് എനിക്ക് വേറെ രാജ്യത്തിൽ പോയി പട്ടിയെ പോലെ ജീവിക്കാനൊന്നും പറ്റില്ല, എനിക്ക് ഇവിടെ ജീവിക്കണം. അങ്ങനെ പട്ടിയെ പോലെ എന്ന് പറഞ്ഞാൽ അവിടെ പോയി പണിയൊക്കെ എടുക്കണോ? പട്ടി നല്ല രീതിയിൽ ജീവിക്കുന്ന പട്ടി നമ്മുടെ അവിടെ പോയിട്ട് ഇന്ത്യക്കാരനെ ജീവിക്കാൻ പറ്റാന്ന് പറഞ്ഞു. അവിടെ പോയി അങ്ങനെ എനിക്ക് എൻ്റെ രാജ്യം വിട്ടൊന്നും പോകാനൊന്നും പറ്റില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ കോംപ്രമൈസ് ചെയ്യുന്ന ഞാൻ കപ്പിൾസിനെ കണ്ടിട്ടുണ്ട്. അവരും അത്ര ഹാപ്പി ഒന്നുമല്ല. അപ്പോൾ ഇത് ജസ്റ്റ് വേറെ ഒരാളെ കണ്ടുപിടിക്കുന്ന അതുവരെ ഉള്ളൂ ഈ ഒരു പ്രശ്നം. അപ്പോൾ വേറെ ആൾക്കാരെ കണ്ടുപിടിക്കും. ഇപ്പം ഞാനിപ്പോൾ 4-5 റിലേഷൻഷിപ്പ് ആയല്ലോ. അടുത്ത അല്ല, അപ്പൊ പുള്ളിക്കാരി തന്നെ നിന്നോട് പറയുകയും ചെയ്തു 6 months ഡേറ്റ് ചെയ്യരുതെന്ന്. പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞു, എന്താന്ന് വെച്ചാൽ, അപ്പോൾ ഞാനും പുള്ളിക്കാരി തമ്മിലുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞാൽ, ഞാൻ പറയുന്നത് വെച്ചാൽ എനിക്ക് ഭയങ്കര ഒരു അബാൻഡൻമെന്റ് ഫീലിംഗ് ഉണ്ട്. ഇത് വേറെ ഒരാൾ വന്നാലേ തീരുള്ളൂ, അല്ലാതെ എനിക്ക് ഇതിനൊരു പരിഹാരമില്ല. അവർ പറയുന്നത് സ്വന്തമായിട്ട് പരിഹരിക്കണം എന്നുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇത് സ്വന്തമായിട്ട് പരിഹരിക്കാൻ വേണ്ടി 6 മാസം ഇത് ചേരുന്നുള്ളതാണ് അവരുടെ ലൈഫ്. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ ഒറ്റയ്ക്ക് ജീവിക്കണം, ഒരു 6 മാസം ഒറ്റയ്ക്ക് ജീവിക്കണം എന്നുള്ളത്. ഓക്കെ. അപ്പൊ അതിനുശേഷം നീ എന്നാ പുള്ളിക്കാരി ചൂടാവുന്നത്?
ഞാൻ പുള്ളിക്കാരുടെ അടുത്ത് ഇപ്പോഴും ഞാൻ പുള്ളിക്കാരുടെ അടുത്ത് ചെറിയ കലിപ്പ് മോഡിലുള്ള സെഷനിലിരിക്കണം. എനിക്ക് ഞാൻ ഒന്നും മിണ്ടില്ല എന്നൊക്കെ പറഞ്ഞിരിക്കും, ഒരു മണിക്കൂർ മിണ്ടാതിരിക്കും. അവസാനം ഇവര് തമ്മിൽ കെട്ടും. എല്ലാം കേൾക്കുന്നതാണ്. എനിക്ക് അറിഞ്ഞൂടെ തെറപ്പിസ്റ്റ് മാരീഡ് ആണെന്ന്. തെറപ്പിസ്റ്റ് തന്നെ എന്തായാലും കിട്ടൂല. അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അറിയാമോ? ഇല്ലല്ലോ, ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. ഇല്ലേ? ആണല്ലേ? കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ ചെന്ന് ഉപദേശം ചോദിക്കില്ലേ ആൾക്കാര്? അതെ അതെ, എന്റെ ആൾക്കാർ. പിന്നെ ഓക്കെ, അപ്പൊ നീ ഫെബ്രുവരിയിൽ ബ്രേക്കപ്പ് ആയി അല്ലേ? ഫെബ്രുവരി പ്ലാൻ ചെയ്ത് ഏപ്രിലിൽ ബ്രേക്കപ്പ് ആയി, ജൂലൈ വരെയുള്ള പ്ലാൻ. ഇപ്പൊ നീ നിന്റെ ഇപ്പോഴത്തെ പ്ലാനിൽ ജൂലൈയിലേക്ക് നിനക്ക് ഇനി പോകാൻ പറ്റുമോ? എനിക്ക് ജൂലൈയിൽ ഇനി അപ്പൊ പിന്നെ ഞാനാണെങ്കിൽ എന്റെ ബാർഗൈനിങ് ഫേസ് തുടങ്ങി. 2 ആഴ്ച കഴിഞ്ഞപ്പോ അക്സെപ്റ്റൻസ് കഴിഞ്ഞ് ആങ്കറായി. ആങ്കറായപ്പോ എനിക്ക് ഡിനയൽ ആദ്യം ഡിനയലായിരുന്നു. അതായത് ഇതൊന്നും ഭയങ്കര അപ്പൊ ഞാൻ ഈ ഡേറ്റിനൊക്കെ പോകുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ബ്രേക്കപ്പ് ആയതപ്പോ ഞാൻ പറഞ്ഞു ഏപ്രിലാണ് ബ്രേക്കപ്പ് ആയപ്പോ. ഞാൻ പിന്നെ ഡേറ്റിന് പോയല്ലോ. ഞാൻ അടുത്ത ദിവസത്തിന് ബമ്പിൾ ഇൻസ്റ്റാൾ ചെയ്തല്ലോ. ഞാൻ ഡേറ്റിന് പോയി. കൂട്ടിന്നിറങ്ങിയ പട്ടി ഓടും. അപ്പൊ ഞാൻ ഡേറ്റിന് പോകുമ്പോഴൊക്കെ അവര് അപ്പൊ ഡേറ്റിന് പോകുമ്പോ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പം എന്റെ അടുത്ത് ആൾക്കാർ പറയുന്നുണ്ട് ഇത് ഭയങ്കര റെഡ് ഫ്ലാഗ് ആണ് ആക്ച്വലി, നിങ്ങൾ റീബൗണ്ട് ഫേസിലാണ് എന്നുള്ളൊരു സാധനം. ഓക്കെ കറക്റ്റ്. സിംഗിൾ ഫേസ് ആട്ടോ, എനിക്ക് ഒരു ഫേസിൽ ജീവിതത്തിൽ അപ്പൊ ഞാനിങ്ങനെ ഇല്ല നമ്മൾ ഭയങ്കര ലോജിക്കലായിട്ട് എടുത്ത തീരുമാനമാണ്. നമ്മൾ ഇതിന്റെ കാട്ടി മ്യൂച്വൽ ആയിട്ട് നമുക്കൊരു ബ്രേക്കപ്പ് നിങ്ങൾ കണ്ടിട്ടില്ലായിരിക്കും, നമ്മളിപ്പോഴും ഭയങ്കര ഫ്രണ്ട്സ് ആണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് വേറെ റെഡ് ഫ്ലാഗ് വേണ്ട. ഞാനും കഞ്ചനും തമ്മിൽ തീരുമാനിച്ചിട്ടുണ്ട്, ഞാൻ ഏതെങ്കിലും ഗേൾ ഫ്രണ്ട് വരുവാണെങ്കിലും അവരുടെ അടുത്ത് പറയും ഇവളിതിന്റെ ബെസ്റ്റിയാണ് എന്നുള്ള. അങ്ങനെ അപ്പൊ അങ്ങനെ പിന്നെ എനിക്ക് 2 ആഴ്ച കഴിഞ്ഞാൽ മനസ്സിലായി ഈ ഒരു തീരുമാനം. അന്ന് നിങ്ങൾ ബാംഗ്ലൂരിൽ വന്നില്ലേ, അപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ മലയാളം സ്റ്റാൻഡപ്പിൽ വലിയ സ്കോപ്പ് ഒന്നും ഇല്ല, നീ ഇംഗ്ലീഷ് ചെയ്യാൻ. അപ്പൊ ഞാൻ വിചാരിച്ച് അപ്പൊ ഞാൻ എന്തിനാണ് ഇവിടെ കൊച്ചിയിൽ നിൽക്കുന്നത്, ഇംഗ്ലീഷ് സ്റ്റാൻഡപ്പ് ചെയ്യാൻ എനിക്ക് ഓസ്ട്രേലിയ പോയി ഇംഗ്ലീഷ് എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞ ഉടനെ അതി കരുതി ഇവനെ കാര്യത്തിൽ പാറ പോലത്തെ ഒരു മനസ്സുള്ള ഒരാളെ ഞാൻ റിൻഷയുടെ മനസ്സ് കല്ലാണ്, കരിങ്കല്ല്. അവനുപേക്ഷിച്ച് പോയ പെൺകുട്ടികളെ ഒരു തെറ്റ് പറയാൻ പറ്റില്ല. എന്നിട്ടപ്പൊ നീ അന്നാണ് ആദ്യമായിട്ട് വിളിക്കുന്നത് ബ്രേക്കപ്പിന് ശേഷം? നമ്മൾ ബ്രേക്കപ്പിന് ശേഷം ഭയങ്കര കൂളായിട്ട് സംസാരിക്കുന്നുണ്ട്. ഓക്കെ, നീ ഡേറ്റിന് പോയാലും പറഞ്ഞായിരുന്നോ? ഡേറ്റിന് പോകുന്ന കാര്യം പറയുന്നു. പുള്ളിക്കാരി ഡേറ്റിന് പോകുന്നുണ്ടോ? പുള്ളിക്കാരി ഡേറ്റിന് പോകുന്നുണ്ട്. ഓക്കെ, ശരി. അപ്പൊ നിന്റെ ആദ്യം ഫീൽ ചെയ്യില്ല, ഞാനിങ്ങനെ ഡേറ്റിന് പോകണം അങ്ങനത്തെ ഒരു ആ പ്രായമല്ല, എക്സ്പ്ലോർ ചെയ്യണം, ആ ഒരു ലൈനിലായിരുന്നു പറയുന്നത്. നിന്റെ ആങ്കർ ഫേസ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? ആങ്കർ ഫേസ് എന്ന് വെച്ചാൽ എനിക്ക് ആദ്യം ബാർഗൈനിങ് ഫേസ് ആയിരുന്നു. ആങ്കർ ഫേസ് ഉണ്ടായിരുന്നു എനിക്ക് ആദ്യം. ആദ്യം ബാർഗൈനിങ് ഫേസ് തന്നെയായിരുന്നു, കാരണം നമ്മൾ അത്രയും ക്ലോസ് ആയിട്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് തിരിച്ച് റിലേഷൻഷിപ്പില്ല, എനിക്ക് പറ്റണില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവിടെ പറഞ്ഞു. അപ്പം പുള്ളിക്കാരിയും കുറച്ച് തിരക്കിലൊക്കെ ആയല്ലോ, ഡേറ്റിനൊക്കെ പോയി തുടങ്ങിയ പിന്നെ തിരക്കാവുമല്ലോ. ഞാനവിടെ എപ്പോ തിരിച്ചു വരും, എനിക്ക് സംസാരിക്കണം അങ്ങനെ. അപ്പൊ പിന്നെ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു. എന്നിട്ട് പിന്നെ നമ്മളിത് ആങ്കർ ഫേസ് ആയി. എങ്ങനെ ചെയ്യാൻ പറ്റുന്നു എന്റെ അടുത്ത്, അങ്ങനെ എന്നെ ഇങ്ങനെ വിട്ടിട്ട് പോവാമോ? കഴിഞ്ഞ 1.5 വർഷമായിട്ടുള്ള നമ്മുടെ ഹിസ്റ്ററി. നിന്റെ ബാർഗൈനിങ്ങിന് പുള്ളിക്കാരിയുടെ റിപ്ലൈ എന്താ? ഞാൻ മൂവ് ഓൺ ചെയ്തു. കാരണം നമ്മൾ കുറെ നാളായിട്ട് ബ്രേക്കപ്പിന്റെ കാര്യം പറയുന്നുണ്ടല്ലോ. ഞാൻ ഈ ലെറ്ററിൽ കുറെ നാളായിട്ട് നമ്മൾ ബ്രേക്കപ്പ് ചെയ്യുന്നതാണ് കുറെ അപ്പൊ ഇവളുടെ അടുത്ത് പണ്ട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇരുന്നിരുന്ന് ഞാൻ പബ്ലിക് പ്ലേസിലൊക്കെ ഇരുന്നായിരിക്കും വായിക്കുന്നത്, അപ്പൊ എനിക്ക് വിഷമം വരും. അപ്പൊ ഞാൻ പറഞ്ഞില്ല ഞാൻ ഇനി അങ്ങനെ ലെറ്ററിൽ എഴുതൂലെന്ന് പറഞ്ഞു. അന്നൊക്കെ ഞാനിത് ബ്രേക്കപ്പ് അല്ലേ, ഇതൊരു രണ്ടാൾക്കാർ ഒരുമിച്ച് ജീവിക്കണ്ട എന്ന് തീരുമാനിക്കുന്നു. ഇപ്പൊ നമ്മുടെ ഒരു ക്ലോസ് ഫ്രണ്ട് ഡിവോഴ്സിൽ കൂടെ പോയപ്പോഴും ഞാൻ ആ പുള്ളിയുടെ വിഷമം മനസ്സിലാക്കിയില്ലെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട്. അത് മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ആളും മോശക്കാരൻ. ഇപ്പൊ മനസ്സിലായില്ലേ?
ഒരു സാധനം തീരുമ്പോ അതിന്റെ വിഷമം വേറെ തന്നെയാണ്. അതാണ് തീർന്നു കഴിഞ്ഞാ. അല്ല, ആ സമയത്ത് നമ്മൾ ആക്ട് ചെയ്യുന്ന റാഷണൽ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. വെല്ലോന്റെ അവസ്ഥ നമുക്ക് പുറത്തുനിന്ന് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റും. ബെനിഫിറ്റ് ഓഫ് കൊടുക്കാം ആൾക്കാർക്ക്. അപ്പൊ നിന്റെ ആങ്കർ ഫേസിൽ പുള്ളിക്കാരി എങ്ങനെയായിരുന്നു റിയാക്ട് ചെയ്തോണ്ടിരുന്നത്? പുള്ളിക്കാരി ഇത് ഓക്കെയാണ്, ഇത് പുള്ളിക്കാരിയും പോയൊരു ഫേസ് ആണ്. ഒന്ന് പോയണ ചെറിയ ഇത് കുറച്ച് കഴിഞ്ഞാൽ ഓക്കെ സപ്പോർട്ടീവ് ആയിരുന്നു ഞാൻ ചോദിച്ചത്. സപ്പോർട്ടീവ് ആയിരുന്നു. ആൻഡ് പുള്ളിക്കാരി തിരിച്ച് ദേഷ്യപ്പെടുക, ഇനി എന്നെ സംസാരിക്കരുത്, അങ്ങനെയുള്ള ഇല്ല, കാരണം അവിടെ നമ്മളാണ് റിജക്റ്റഡ് സൈഡിൽ ഇരിക്കുന്നത്. അപ്പൊ മറ്റേ നമ്മൾ റിജക്ട് ചെയ്തിട്ട് ഇരിക്കുകയാണ്. അപ്പൊ പവർ ഇരിക്കുന്ന അവരുടെ ഇവരുടെ കേസിൽ അങ്ങനെയല്ല, ഇവർ മ്യൂച്വലി ഇവനും കൂടെ പുഷ് ചെയ്തിട്ടാണ് ബ്രേക്കപ്പ് നടന്നത്. അതെ, എന്നിട്ട് ഇവൻ തിരിച്ചെടുക്കാൻ പറയുന്നത് പുള്ളിക്കാരി അപ്പൊ അവിടെ ഓക്കെ ആയി കഴിഞ്ഞു. അപ്പൊ ഇനി ആ ഡിസിഷൻ എടുക്കേണ്ട പുള്ളിക്കാരിയാണ്, പവർ ഇരിക്കുന്ന പുള്ളിക്കാരിയുടെ കയ്യിലാണ്. പുള്ളിക്കാരി ജനറലി ഭയങ്കര ഇമോഷണലി മെച്ചുവറും ഈ പ്രായത്തിൽ തന്നെ. അല്ലല്ല പെൺപിള്ളേര് അതൊക്കെ പെട്ടെന്ന് എത്തും. എന്ത് വന്നാലും അങ്ങനെ ഡിസ്റ്റർബ്ഡ് ആവാത്ത ഒരു ശരിക്കും നിങ്ങൾ ഇപ്പൊ ടോക്കിംഗ് ടൈംസിലാണ് ഇല്ല. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് മൂവ് ഓൺ ചെയ്യണമെങ്കിൽ എനിക്ക് സംസാരിക്കാതിരിക്കണം, കാരണം നല്ല തീരുമാനം. അല്ലെങ്കിൽ നമ്മളാണെങ്കിൽ ഇത് ചെയ്യുമല്ലേ, വീണ്ടും തിരിച്ച് നീ അതിലേക്ക് നീ വലിച്ച അടിപ്പിക്കാൻ വേണ്ടി നോക്കുക. അപ്പൊ നീ അതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഫ്രണ്ട്സ് ആയിരിക്കുക എന്നുള്ളത് എങ്ങനെ നടക്കും എന്നുള്ളത്. സത്യം നടക്കൂല. ഇല്ല, പക്ഷെ ഞാൻ കുറച്ചു ദിവസം കഴിഞ്ഞാൽ പിങ്ങിയിരിക്കുന്നു. അല്ല, ചിലപ്പോ പറ്റും. ബാർഗൈനിങ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇവിടെയാണെങ്കിൽ നീ മെസ്സേജ് അയക്കാതിരിക്കുക. ജൂലൈ നീ പോകുന്നതിനെ പറ്റി ആലോചിക്കണ്ട. സ്പേസ് കൊടുത്തിട്ടുണ്ട്. നിന്റെ ഭാവി. നീ മലയാള സ്റ്റാൻഡപ്പ് കോമഡി നിന്റെ ആവശ്യമുണ്ട്. മകനെ മടങ്ങി വരും. ജോൺ അങ്ങനെ പലതും പറയും. ജോൺ എന്ത് പറഞ്ഞു? അവന് ഭാവിയില്ലെന്ന് പറഞ്ഞില്ലേ? ഭാവിയില്ല, ഇംഗ്ലീഷ് സെറ്റുകൾ കണ്ടിട്ടില്ലേ? ഇവൻ കുറെയൊക്കെ ഇവൻ തിങ്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇവന്റെ വൊക്കാബുലറി ആയാലും ഇവൻ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ശുദ്ധ വിട്ടി തന്നെ പറയുന്നത്. ഇവന്റെ ഇംഗ്ലീഷ് സെറ്റുകൾ എനിക്ക് റിലേറ്റീവ്ലി ഇഷ്ടമാണ്. നല്ലതാ, അവൻ ഇംഗ്ലീഷ് കുറച്ചുകൂടെ ഒരു വൈബ് ഉണ്ടായിരുന്നു. അല്ല, അതുകൊണ്ട് ഇംഗ്ലീഷ് സ്റ്റാൻഡപ്പ് ചെയ്താൽ പോരെ. അപ്പൊ മലയാളി ഓഡിയൻസിന് ഇംഗ്ലീഷ് ഓഡിയൻസിന് നമുക്കൊരു കെനി സെബാസ്റ്റ്യന്റെ മതി. കെനി സെബാസ്റ്റ്യനും അതായത് നിനക്ക് സാധ്യത ഇല്ലെന്നല്ല പറയുന്നത്, നിനക്ക് സാധ്യതയുണ്ട്. നീയോടെ മാറിയ ജോൺ ജോയ്ക്ക് അത്ര സാധ്യതയാണ് ഉള്ളൂ. പക്ഷെ ഈ സാധ്യത വർത്താണോ എന്നുള്ളൊരു അതൊരു വലിയ നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ നിന്റെ ഇപ്പോഴത്തെ സ്റ്റേജ്, നിന്റെ ഇപ്പോഴത്തെ ഇതിൽ കറക്റ്റാ നിന്റെ വഴി. നീ സമയം കിട്ടുമ്പോ നിന്റെ ജോലി വർഷം ഒഴിവാക്കി വെച്ചിട്ട് നീ കണ്ടന്റ് ചെയ്യുന്നു, ഷോസ് ചെയ്യുന്നു. നമ്മൾ ചെയ്യുന്നതിനെ കൂടി ഷോസ് നീ ഇപ്പൊ ചെയ്യുന്നുണ്ട്. നീ ബാംഗ്ലൂർ ഷോ വലിയ പോസിറ്റീവ് സൈഡാണ്. നീ അവിടെ ആൽബിൻ നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ദീപുവും ആൽബിൻ ആന്റണി ചെയ്യുന്ന ബാംഗ്ലൂർ ഷോസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഷോസ് ട്രിവാൻഡ്രത്ത് ചെയ്യാം, കൊച്ചിൻ ചെയ്യാം, പിന്നെ നിങ്ങൾക്ക് ടൂർ ചെയ്യാം, നമുക്ക് ക്ലബ് ചെയ്ത് ചെയ്യാം. അപ്പോൾ നിനക്ക് എക്സ്ട്രാ എക്സ്പ്ലോറിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ടുണ്ട്. നീ മംഗ്ലീഷ് ചെയ്താൽ എന്തായാലും നിനക്ക് അവിടെ ഓപ്പൺ ചെയ്യാൻ സ്പേസസ് ഉണ്ട്. കുഴപ്പമില്ല, ഒരു രസത്തിന് ചെയ്യാൻ കൊള്ളാം. എന്താ ഞാൻ ഒരുവിധം പറഞ്ഞു. ഇനി പോഡ്കാസ്റ്റ് കൂടി പോഡ്കാസ്റ്റ് ഒഴിവാക്കേണ്ട ആവശ്യം എനിക്ക് തോന്നുന്നില്ല. പോഡ്കാസ്റ്റ് തന്നെ നമ്മള് സീസൺ ബ്രേക്ക് എടുത്താൽ കൊള്ളാന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഓ, എന്തായാലും കഷ്ടപ്പെട്ടിട്ടല്ലേ അല്ല, അതുകൊണ്ടല്ല. ഞാൻ ഒരൊറ്റ പോയിന്റിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. പോഡ്കാസ്റ്റിനുള്ള സാധനത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു മൂവി എപ്പിസോഡ് നീ കുറെ നാളായിട്ട് പറഞ്ഞിട്ട് ചെയ്യാതെ തള്ളിയത് ഞാൻ ഉടനെ ചെയ്യാൻ ഞാൻ പറഞ്ഞ കാരണം നമ്മൾ എന്തെങ്കിലും കൂടെ എക്സ്ട്രാ കണ്ടന്റ്സ് ചെയ്യണം. എക്സ്ട്രാ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? റിയാക്ഷൻ വീഡിയോസോ അല്ലെങ്കിൽ വ്ളോഗ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും മൂവി റിവ്യൂസ് വേണ്ടെന്നാണ് ഞാൻ ആദ്യം പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു ഇൻഫർമേഷണൽ ടോപ്പിക് എടുത്തിട്ട് അതിനെപ്പറ്റി പഠിക്കാൻ വയ്യ, അതുകൊണ്ടത് അത് പറ്റുന്നില്ല. അതാ നമുക്ക് ചെയ്യാം. ഞാൻ മറ്റേ സമ്മതിക്കാൻ കാരണം എനിക്ക് അത് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ എളുപ്പം സമ്മതിച്ചതും അത് ചെയ്യാൻ തുടങ്ങിയത്. ഒട്ടും പാടില്ല. ബുധനാഴ്ചത്തേക്കുള്ള ഒരു എപ്പിസോഡ് ഇട്ട് ഞാൻ തമ്മിലൊക്കെ ചെയ്യാൻ ഒരു ദിവസമാണ് എടുക്കുന്നത്. റിൻഷാദ് നല്ല പണിയുണ്ട് കേട്ടോ. ഞാൻ എഡിറ്റ് ചെയ്യുന്ന മാറിയപ്പോഴും റിൻഷാദിന് പണി കൂടിയിട്ടുണ്ട്. റിൻഷാദ് എഡിറ്റ് കാര്യമായിട്ടും ചെയ്യുന്നില്ലെങ്കിലും റിൻഷാദ് തമ്മിൽ ചെയ്യുന്നുണ്ട്, പിന്നെ ഇത് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ജോൺ ജോയെ ഒരു മാസം മാനേജ് ചെയ്യണമെങ്കിൽ തന്നെ റിൻഷാൻ എന്ത് സമയം വേണമെന്നറിയാം. കഴിഞ്ഞ മാസം ജോൺ ജോയ്ക്ക് 4 ഷോയാ. ഈ കാശൊക്കെ കൂടി എവിടെ കൊണ്ടേ വെക്കും ഞാൻ. മഹാദേവന് 2 ഷോ. മറ്റേ വലിയൊരു ബാഗ് മേടിക്കണം. പിന്നെ മാത്രമല്ല നമ്മൾ വീണ്ടും ഷോസ് സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ ഷോസിൽ ബ്രേക്ക് എടുത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് എനിക്കിത് പോഡ്കാസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് ഷോസ് ജോണേ നമുക്ക് പോഡ്കാസ്റ്റിന് ബ്രേക്ക് കൊടുത്തിട്ട് ഷോസിന് കണ്ടിന്യൂസ് ആയിട്ട് പോയാലോ? കണ്ടന്റ്സ് നമുക്ക് ഒരു സ്പോൺസറിനൊക്കെ പിടിച്ചിട്ട്
ഒരു ടൂർ അങ്ങോട്ട് പോകാം. സ്പോൺസറിനെ എവിടെയാ പിടിക്കേണ്ടത്? ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സ്പോൺസേഴ്സ് ഉണ്ടാവുമല്ലോ. റിൻഷ അറിയണ പോലെ പിടിക്കട്ടെ. സ്പോൺസേഴ്സ് ഇംപ്രസ്ഡ് ആവണെങ്കിൽ റിൻഷാൻ അറിയുന്നവരെ പിടിച്ചാണെങ്കിൽ എന്താ അപ്പൊ ഇനി റിൻഷാദിന്റെ ബ്രേക്കപ്പ് ഇത് കഴിഞ്ഞില്ല. നമ്മളിടയ്ക്ക് തമാശ പറഞ്ഞ് നിന്നെ കൂളാക്കിയത്, നീ വിഷമിച്ച് കരയാതിരിക്കാൻ. നീ വിങ്ങി പൊട്ടുന്ന ഒരു എപ്പിസോഡാ എന്റെ പ്ലാനിൽ, തെറ്റിക്കരുത് മാത്രം. ഇതിനും കൂടി ഫൺ ആയിട്ടുള്ള ബ്രേക്കപ്പ് ഉണ്ടാവും. അതിന്റെ എനിക്ക് ക്ലിയർ ആക്കട്ടെ. ഇപ്പൊ നീ വീണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോവാൻ നീ പറയുന്നു. പുള്ളിക്കാരി മൂവ് ഓൺ ചെയ്തു. പുള്ളിക്കാരി മേ ബി ഡേറ്റ് ചെയ്ത് അവിടെ പൊട്ടൻഷ്യൽ ആൾക്കാരുമായിട്ട് ഡേറ്റ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു റിലേഷനിലേക്ക് എത്തുന്നുണ്ടാവും. അപ്പൊ നീ ശല്യപ്പെടുത്താൻ പോകരുതെന്നാണ് എന്റെ അഭിപ്രായം. കരയിപ്പിക്കല് ഇതെന്തത് അല്ലേ? ശല്യപ്പെടുത്തും. അയ്യേ ഭാഷകള്. അപ്പൊ നമുക്ക് തോന്നൂല്ലേ നമ്മളിത് എഫേർട്ട് ആവശ്യത്തിന് ഇട്ടില്ല എന്ന്? അത് നിനക്ക് ഐ തിങ്ക് യു ഹാവ് ഗിവൺ യുവർ ഫുള്ളസ്റ്റ്. സത്യം അല്ലേ? നീ നല്ല എഫേർട്ട് എടുത്തു. എന്റെ കരിയറിൽ ദീപ് ഇത്ര കാര്യമായിട്ട് എഫേർട്ട് ഇട്ട് ഒരാളെ നീ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല. 500 ലെറ്റർ ഒക്കെ എഴുതി എന്ന് പറയുന്നത് എല്ലാ ദിവസവും. നിനക്ക് ഇപ്പോഴും വിട്ടിട്ട് പോകണമെന്ന് പ്ലാൻ ഉണ്ടോ? ഓസ്ട്രേലിയക്ക് പോകണമെന്ന്? കാരണം അവിടെ ഈ റിലേഷൻ വർക്ക്ഔട്ട് ആവണമെങ്കിൽ നീ അങ്ങോട്ട് പോകണം. ഇപ്പൊ ഇതില്ലാത്ത അപ്പം അടുത്ത ആളായിട്ട് നീ സെറ്റ് ആവുന്ന വരെയുള്ള ഈ പരിപാടി. അതത്രേ ഉള്ളൂ. നമുക്കറിയത്തില്ല ദീപുവിനെ. അടുത്ത ആളെ കിട്ടണ്ട്. അതൊക്കെ കിട്ടും ദീപു. അതിന് സമയം പുള്ളി പറഞ്ഞ സാധനം നീ ഡേറ്റ് ചെയ്യാതിരിക്കണ്ട. നീ 6 months ടൈം കൊടുക്ക്. ആള് വരാൻ 6 മാസത്തേക്കുള്ള സമയം എടുക്കുന്നത് മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ ഏപ്രിൽ മെയ് ജൂൺ എണ്ണാൻ പറ്റുന്നില്ല. മെയ് അല്ല ആയുള്ളത്. ഷൂട്ട് നടക്കുമ്പോൾ ഇതിപ്പോ എന്നാ തെറപ്പിസ്റ്റ് പറഞ്ഞു? ഏത് മാസം പറഞ്ഞു? തെറപ്പിസ്റ്റ് 6 മാസം. അവര് പറഞ്ഞതെന്നാ ബ്രേക്കപ്പ് കഴിഞ്ഞ 6 മാസം. ഏപ്രിൽ ബ്രേക്കപ്പ് കഴിഞ്ഞ 2ാം മാസം. അവരുടെ അടുത്ത് ഞാൻ ചൂടപ്പോ അവരോട് ഇത് പെയിൻ കാരണമാണ്. എല്ലാ ബ്രേക്കപ്പ് കഴിഞ്ഞാലും നീ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. സെക്കൻഡ് സ്റ്റേജ് ഓഫ് ഗ്രീഫിലാണ് ആയിരിക്കും. എല്ലാ ബ്രേക്കപ്പ് കഴിഞ്ഞാലും നീ ഇങ്ങനെ തന്നെയാണ് പറയണെന്ന് പറഞ്ഞു. നിന്റെ എല്ലാ ബ്രേക്കപ്പ് അവര് കണ്ടിട്ടില്ലേ? എന്റെ എല്ലാ ബ്രേക്കപ്പ് അവര് കണ്ടിട്ടുണ്ട്. അപ്പൊ അവര് പറഞ്ഞത് ശരിയാണ്. അടുത്ത ആൾ എന്നിട്ട് നമ്മളൊരു കാൽക്കുലേഷൻ എടുത്തു. ഞാൻ സാധാരണ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞാൽ 3 മാസം 4 മാസം കഴിയുമ്പോൾ അടുത്ത റിലേഷൻഷിപ്പിലേട്ടാവും. അപ്പോൾ എൻ്റെ മൂവ് ഓൺ ചെയ്യാൻ എടുക്കുന്ന ടൈം 3 തൊട്ട് 4 മാസം വരെയാണ്. അതെത്തിയിട്ടില്ല ഇതിന്റെ. പക്ഷെ ഇപ്രാവശ്യം അത് 6 മാസം ആക്കണം. സോ ദാറ്റ് ഒരു 6 മാസം അല്ല, അതിന് ചിലപ്പോ കൂടി വരുന്നുണ്ടോ? കാരണം ചെറുപ്പായിരുന്നു, ഇന്ന് പ്രായം കൂടി. ചിലപ്പോ അടുത്തത് കിട്ടാനുള്ള സമയം കുറച്ച് കൂടാൻ സാധ്യതയുണ്ട്. പുള്ളിയൊരു കറക്റ്റ് ആയിട്ടാണ് അത് സെറ്റ് ചെയ്തത്. കണ്ടോ, ഒരു കോർപ്പറേറ്റ് മോഡിൽ തന്നെയാണ് കൊടുത്തത്. നീ നേരത്തെ അച്ചീവ് ചെയ്തേക്കുന്നത് 3 months ആണ്. ഇത് നമുക്ക് 6 months പിടിക്കണം. ടാർഗറ്റ് ആയിട്ട് കൊടുത്തു. കറക്റ്റാ അല്ലേ? 6 മാസം സമയം കൊടുക്കുക. നീ കൂളായിട്ട് ബാക്കിയുള്ള വർക്ക് നടത്തുക. നിന്റെ പേഴ്സണൽ ജോലി നല്ല ഹെക്റ്റിക് ആണല്ലോ. അതിന്റെ കൂടെ ഈ വർക്ക് നടത്തണം. പിന്നെ റാൻഡം ഡേറ്റിംഗ് അതൊക്കെ ദീപക് കുറെ കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ ഷൂട്ടിന് വരുന്നത്. ഐ മീൻ ഇപ്പൊ ഷൂട്ടിന് ഇപ്പൊ നമ്മൾ വന്നിരിക്കുമ്പോൾ കോള് വന്നോണ്ടേയിരിക്കും. അത് വർക്കിന് എടുക്കുന്ന സ്ട്രെസ് ഞാൻ പറഞ്ഞത്. നമ്മള് ചിലപ്പോൾ വീക്ക് ഡേയ്സിൽ ഷൂട്ട് ചെയ്യുന്നു. അപ്പൊ അതിനിടയിൽ കോള് വരുന്നുണ്ട്. അതും ഹാൻഡിൽ ചെയ്യണം, ഇതും ഹാൻഡിൽ ഇല്ല. എനിക്കാണെങ്കിൽ വീക്ക് ഡേയ്സിൽ ജോലി, വീക്കെൻഡ്സിൽ സ്റ്റാൻഡപ്പ്, അത് നല്ലൊരു സെറ്റപ്പ് ആയിട്ട് നല്ല സെറ്റപ്പ്. നീ ഇപ്പൊ പോകുന്ന പേസ് കറക്റ്റ് ആണ്. കൂടുതൽ ആൾക്കാരെ പരിചയപ്പെടുക. ഒരാളും കൂടെ അതാണ്, കൂടുതൽ ആൾക്കാരെ നീ പരിചയപ്പെടുക. അത് ഓട്ടോമാറ്റിക് ആൾക്കാരെ പരിചയപ്പെട്ട. അതാണ് എന്റെ തെറപ്പിസ്റ്റ് പറഞ്ഞ ആൾക്കാരെ പരിചയപ്പെടുമ്പോൾ നീ ഭയങ്കര വൾണറബിൾ ആണ്. നീ അവരെ കൊണ്ട് ഇഷ്ടപ്പെടിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ? അതെ അതെ അതെ. ഞാൻ ഈ ഡേറ്റിംഗ് ആപ്പിലും ഭയങ്കര കുറെ ചാറ്റിംഗ് ചെയ്യുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ ആ ഒരു വാലിഡേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നെ ആർക്കെങ്കിലും ഇഷ്ടപ്പെടും ആ ഒരു സാധനമാണല്ലോ. നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ വിറ്റോക്സിന്റെ കമന്റ് ബോക്സിലുണ്ട്. ദീപക് ജി, അതുകൊണ്ടാണല്ലോ ഞാൻ സച്ചിൻ സുരേഷ്. ഓ, അത് ഹാർഡ് കോർ ദീപക് ഫാനാന്ന് തോന്നുന്നു. ദീപകിനെ മാത്രം ഇഷ്ടമുള്ള ആൾക്കാർ. അവർക്ക് വേണ്ടി ജീവിക്കണം ദീപക് 6 മാസത്തേക്ക്. പക്ഷെ നിങ്ങൾ വിറ്റോക്സ് നിർത്താൻ പോവല്ലേ? നമ്മൾ നിർത്താൻ പോവാന്നല്ല പറഞ്ഞത്. നമുക്ക് നോക്കാം ഇത് എങ്ങനെ പോകുന്നു. ഒരു 100 എപ്പിസോഡ് വരെ എന്തായാലും നമ്മൾ പോകുന്നുണ്ട്. 100 എപ്പിസോഡ് എന്തായാലും ഫോർമാറ്റ് ചിലപ്പോൾ ഇത്തിരി ഇവോൾവ് ചെയ്യും. അല്ലെങ്കിൽ ഒരു ചെറിയ ബ്രേക്ക് എടുത്ത് നമ്മൾ പുതിയ സീസൺ 2 സ്റ്റാർട്ട് ചെയ്യും. അല്ല, ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ ഈ ഗസ്റ്റുകളെ മാത്രം നോക്കണം. നമുക്ക് സാധാരണ ആൾക്കാരെ വിളിച്ച് സംസാരിച്ചൂടെ? നമ്മൾ സാധാരണ ആൾക്കാരല്ലേ? നമ്മള് ഒരു അക്കംപ്ലിഷ്ഡ് ആളെന്ന രീതിയിൽ ഞാനങ്ങനെ എന്നെ കാണുന്നത് കേട്ടോ. ആർട്ടിസ്റ്റ് ആണ്. ഞാൻ സാധാരണക്കാരനായിട്ടില്ല എന്നെ കാണുന്നത്. ഇതൊരു സാധാരണ ആ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ സാധനമുണ്ട്. അല്ലെ കയറി ചെല്ലുമ്പോ എന്തിനാ വന്നേ, വേണ്ട സാധാരണക്കാരെ വിളിച്ച് സംസാരിക്കുന്നത് നീ ആരും ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഫോളോവേഴ്സ് ചോദിക്കാറുണ്ട്. 25,000 ഫോളോവേഴ്സിനെ നമുക്ക് വിളിച്ചത് 25,000 എപ്പിസോഡിലുള്ള സാധ്യതയാണ്. ഇതൊരു സാധാരണക്കാരുടെ പോഡ്കാസ്റ്റായി പ്രഖ്യാപിക്കണം. ഞാൻ ആലോചിക്കുന്നത് എന്താ വെച്ചാല് നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്ന അത് ഏതെങ്കിലും നമ്മൾ അറിയാത്തൊരു മേഖല. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ,
ആരെ 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 തത്തമ്മയാ നന്നായി അത് പൊളിക്കട്ടോ. ഒരു തത്ത വന്നിരിക്കും നമ്മളിങ്ങനെ സംസാരിക്കും. ഒരു ചരിത്രത്തിലെ വലിയ എപ്പിസോഡായിട്ട് പറഞ്ഞല്ലേ മായിച്ചേട്ടൻ അവിടെ നിന്ന് ഇപ്പൊ അടിക്കാൻ മാരെയൊക്കെ ഉണ്ടല്ലോ. തത്ത നന്നായി നന്നായി സംസാരിക്കാം. അല്ല ആരാണ് നന്നായി സംസാരിക്കാത്ത? അല്ല ഇച്ചിരി വൈകിട്ട് സംസാരിക്കുന്ന ആൾക്കാർ അതല്ല, അത് സെലക്ഷൻ പ്രോസസ് ഭയങ്കര ടഫ് ആയിരിക്കും, അത് ഭയങ്കര കോംപ്ലിക്കേഷൻ. നമ്മൾ അറിയാത്ത ചില പ്രൊഫഷൻസ് സെലക്ട് ചെയ്യാൻ വേണ്ടിട്ട്. ഇപ്പൊ അന്ന് സുദർശൻ സംസാരിച്ചത് അത് വേറൊരു സർക്കിൾ ഓഫ് ആൾക്കാരെ അതായിട്ട് കണക്ട് ചെയ്തു. അത്യാവശ്യം നമ്മുടെ ഏറ്റവും അണ്ടർ പെർഫോമിംഗ് എപ്പിസോഡ്. ഏറ്റവും അല്ലല്ല അവിടെ നിന്ന് രണ്ടാമത്തെ അല്ല ലോയൽ ഫാൻസിന് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആ episode. ഒരു ഞാൻ പക്ഷേ episode ഭയങ്കര enjoy ചെയ്ത episode ആ. അതാ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഡിസ്കഷൻസ് വരട്ടെ അതില്ലേ. പിന്നെ ഈ പറഞ്ഞ പോലെ ഫണ്ണും മിക്സ് ചെയ്ത് വരണം, പല പല ഐഡിയാസ് വരട്ടെ. വിറ്റോക്സ് കൊടുത്ത് തളിരിക്കട്ടെ. പൂക്കുണ്ട് ബ്രെഡ് പൂക്കണ ഒന്ന് കൊച്ച പിടിച്ച് വരുവേ അതിന്റെ ഇടയില്. ഞാൻ പറഞ്ഞിട്ട് നമുക്ക് കണ്ടന്റുകൾ വേറെ കണ്ടന്റ് ഉണ്ട്, അതായത് റിയാക്ഷൻ വീഡിയോസ് അങ്ങനെ എന്തെങ്കിലും പക്ഷേ reaction video- ലെറ്റ് പോഡ്കാസ്റ്റ് ടേക്ക് എ റെസ്റ്റ് എന്നാണ് റിയാക്ഷൻ വീഡിയോ ആക്ച്വലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല അത് പരിപാടിയാണ്. അത്ര ഈ ബ്രേക്കപ്പ് എപ്പിസോഡ് പോഡ്കാസ്റ്റ് നമുക്കൊരു ബ്രേക്കപ്പ് എടുക്കാം. നമുക്ക് ഒരു 5 സ്റ്റേജ് ഞാൻ കഴിഞ്ഞിട്ട് നമുക്ക് നമുക്ക് ഇത് റീവൗണ്ട് അടിക്കാം. ഞാനും ആദ്യം ഡിനയിൽ തന്നെയായിരുന്നു. പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചപ്പോ ഇത്രയ്ക്ക് സ്ട്രെസ് അവർക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു എടാ ഇവര് മടിയന്മാരാണ്, പണിയെടുക്കാതിരിക്കാൻ വേണ്ടി ഓരോ കാരണങ്ങൾ പറയണതാണ്. അല്ല ദീപക്, ഞാൻ എന്റെ ജീവിതത്തിൽ ഇഷ്ടമില്ലാത്തൊന്നും ചെയ്തിട്ടില്ല. ചിലപ്പോ ഒരു 100 എത്തുമ്പോഴേക്കും നമ്മൾ വേറെ രീതിയിൽ എവോൾവ് ആവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നോക്കാം നമുക്ക്. നോക്കാം how it goes. Let's see. എഴുന്നേറ്റ് എനിക്ക് മാസത്തിരിക്കുന്ന വിറ്റോക്സ് ചെയ്യണം. എടാ നിന്റെ എന്റർടൈൻമെന്റ് ദീപകിന്റെ വിഷമവും validation-ഉം ഇപ്പൊ നല്ലൊരു ശതമാനം നീ ഒരു കാര്യം ചെയ്യാൻ വരിക, ഇവിടെ ആരും പൂട്ടിയൊന്നും ഇടില്ല. രണ്ട് ക്യാമറ വണ്ടി വെച്ചിരുന്നുണ്ട്. ഞാൻ റിച്ചാർഡ് ചോദിച്ചാൽ നമുക്ക് രണ്ടുപേർക്കും മാത്രം ചെയ്താലോ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഗ്രൂപ്പായിട്ട് നമുക്ക് നല്ല സാധനങ്ങൾ അപ്പൊ ചെയ്യാം. എന്നോട് പറഞ്ഞ് ബാക്കിയുള്ളവർ പിണങ്ങുന്നു. ഇല്ലില്ല, ഞാൻ പറഞ്ഞില്ല. അയ്യോ. വേണമെന്നല്ല, എനിക്ക് എല്ലാരെയും ഒപ്പം കൊണ്ടുപോകണം. ഒപ്പമല്ലേ കൊണ്ടുപോകണം, എല്ലാരും കൂടെ ഉണ്ടല്ലോ. ഇതിനകത്ത് വഴക്കിട്ട് പോകുന്നല്ലോ. നീ പ്രതികരണം പരിപാടിയല്ല, എഴുത്തെഴുതാൻ പറയാം. എന്നിട്ട് എഴുത്തെടുത്തിട്ട് ഇത് കാർത്തിക് സുരയുടെ പോഡ്കാസ്റ്റ് രണ്ടായതുപോലുള്ള കാര്യമല്ലല്ലോ. ദീപക് ജിക്ക് ഒരു ഫോളോവർ ലെറ്റർ എഴുതട്ടെ. ദീപക് ജി തിരിച്ചൊരു ലെറ്റർ നമുക്ക് വായിക്കാം. നമുക്ക് പ്രിയപ്പെട്ട ദീപക് ജി, നമുക്ക് ഇവിടുത്തെ അഡ്രസ് കൊടുത്തിട്ട് ലെറ്റർ എഴുതിയിടാൻ പറഞ്ഞാലോ? ആൾക്കാർ ലെറ്റർ എഴുതുന്നവരും എഴുതും, നമുക്ക് വായിക്കാം. തല്ലാവുമ്പോൾ നിങ്ങൾ പ്രതികരണം പരിപാടി. അതെ അത് നല്ല ഐഡിയ. അതായത് നിങ്ങൾ ഫോട്ടോ എടുത്ത് വിറ്റ്ഗ്രാമിന് ഉറക്കെ പറഞ്ഞു ഇത് പോസ്റ്റ് കാർഡ്. നിങ്ങൾ ഫോട്ടോ എടുത്ത് വിറ്റ്ഗ്രാമിന് DM ചെയ്താൽ മതി. നിങ്ങൾ DM ചെയ്താൽ എന്നാ മതി. കമന്റ് ചെയ്താ അല്ലല്ല, പോസ്റ്റ് കാർഡിന്റെ പ്രശ്നം വെച്ചാൽ വരുന്ന തെറി എല്ലാരും വായിക്കും, പോസ്റ്റ്മാൻ അടക്കം വായിക്കും. അതിനെന്താ? അല്ലെങ്കിൽ കമന്റ്സ് ഇപ്പൊ ആർക്കും വായിക്കാൻ പറ്റില്ല. ഇല്ല കമന്റിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മണ്ടായിട്ട് അഭിനയിക്കുന്ന ചുമ്മാ തന്നെ ആൾക്കാർ ബ്രേക്കപ്പ് ആക്കി പോകുന്നത്. എന്നാ പിന്നെ ടെലഗ്രാം ആരും വായിക്കില്ല. കമന്റ്സിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അനോണിമസ് ആവാൻ പറ്റൂലല്ലോ. ആ. അനോണിമസ് ആയിട്ട് ആർക്കെങ്കിലും ലെറ്റർ എഴുതണം, അവർക്കൊരു കൺഫെഷൻ പറയണമെങ്കിൽ നിങ്ങൾ നമ്മുടെ DM-ൽ വന്നാൽ മതി. നമ്മൾ നിങ്ങളുടെ അനോണിമിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ അത് വായിച്ച് പ്രതികരിക്കും. അല്ല, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ പേര് പറയണം എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞോളൂ. ഫേക്ക് ഐഡി അല്ല ഞാൻ ഈ ഒരു സംഭവം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടണ്ട. ആ ലെറ്റർ എന്നുള്ള ഒരു സാധനത്തിന്റെ ഒരു ഫീൽ ഉണ്ട്. പക്ഷെ ലെറ്റേഴ്സ് ഓഫ് ലവ്. ഐഡിയ വന്നത് ഞാൻ വെറുതെ അടിച്ചതാണ്. ഒരു കാര്യം നമ്മൾ അവന്മാർ രണ്ടുപേരുടെ പോഡ്കാസ്റ്റ് അതല്ല, രണ്ടുപേരായിട്ടുള്ള ഉണ്ടാക്കണ്ട പ്രതികരണം പരിപാടി. ദൂരദർശനല്ലേ മറ്റേ ഇട്ടിട്ട് കാട്ടാക്കടയിൽ നിന്ന് രമേശൻ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ പാട്ടിൽ ഹവ ഹവ പാട്ട് തുടങ്ങിയപ്പോൾ തന്നെ ബോധല സംപ്രേഷണം ആരംഭിച്ചു. അത് മോശമായി പോയി എന്നാണ് കാട്ടാക്കടയിലെ രമേശൻ. ക്ഷമിക്കണം, ശ്രദ്ധിക്കാം ഞങ്ങളിത്. അപ്പൊ നമുക്ക് അഡ്രസ് കൊടുക്കണം. എന്താ അവസ്ഥ? അപ്പൊ ആൾക്കാർ അടിക്കാൻ കയറില്ല. അഡ്രസ് എന്തിനാണ് ഇപ്പൊ അഡ്രസ്? നമുക്ക് ദീപക് ജിയുടെ അഡ്രസ് കൊടുക്കാം അല്ലേ? എന്നുവെച്ചാ ഇത് അവര് ഫോട്ടോ ഇത് നമ്മൾ ഇന്ത്യൻ പോസ്റ്റിനോട് ചെയ്യുന്നൊരു ഒരു നമ്മുടെ കമ്മിറ്റ്മെന്റ് ആയിട്ട് കൂടെ കരുതുന്നു. എന്നാ 50 പൈസയെങ്കിലും തിരിച്ച് 50 ജോലിക്ക് പൈസ. കയറണം. അങ്ങനെയാണ്. 50 Commitment പൈസ. കുറച്ച് കൂടുതൽ കൊടുക്കണം. ഞാൻ കേറിയ ഡിപ്പാർട്ട്മെന്റ് നഷ്ടമല്ലേ, നമ്മൾ ലാഭത്തിലാക്കുന്ന കാര്യം പറയുന്നു. എന്നാ ശരി, ലെറ്റർ അയക്കണമെങ്കിൽ എന്നാ ഇമെയിൽ ഐ ഡി കൊടുക്കുക. ഇമെയിൽ അയക്കട്ടെ. അത് ഇമെയിൽ അയക്കാം, DM ചെയ്യാം. അതെ, ഫോട്ടോ എടുത്ത് അവ ആൾക്ക് ഇത് കറക്റ്റ് ആയിട്ട് കമന്റ് ചെയ്യുന്നു. നമ്മൾ ഇതില് അങ്ങനെയൊക്കെ ചെയ്യാനാണെങ്കിൽ കമന്റ് ചെയ്താലോ ഇത് ചെയ്താലോ മതി. ഇതിന്റെ ആ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ റേറ്റ് എന്ന് പറയുന്നത് എഴുത്തന്നെ വേണം. എഴുത്ത് തരണം.
നിങ്ങൾ എഴുതിയിട്ട് ഫോട്ടോ എടുത്ത് DM ഫോട്ടോ എടുക്കണം. ഓസ്ട്രേലിയക്ക് ഫോട്ടോ എടുത്ത് അയക്കുന്ന പരിപാടി. എന്താ ശരി 3 ഓപ്ഷൻ കൊടുക്കാം, വേണ്ടവർ എന്താന്ന് വെച്ചാൽ അല്ല, ആൾക്കാരെ അഭിപ്രായം പറയട്ടെ. എഴുത്തെഴുതാൻ താല്പര്യമുള്ള അതെ, അങ്ങനെ ഒരുപാട് പേര് എഴുതി താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത ആഴ്ച അഡ്രസ് കൊടുക്കാം. അങ്ങനെ എഴുത്തിരുത്തുന്നവർക്ക് ഞാൻ പേഴ്സണലി എഴുതി തിരിച്ചയക്കും. ആ കൊള്ളാം. ദീപുവിന് ഇപ്പൊ എഴുത്തെഴുതാൻ ആരുമില്ല. അതെ, ദീപുവിന്റെ എഴുത്ത് മുടങ്ങി കിടക്കുക. ദീപുവിന് അതും പ്രശ്നമായി പോയി അല്ലേ? എഴുതി ഇപ്പൊ ശീലമല്ല. നമുക്ക് എഴുത്തിലേക്ക് തിരിച്ചു പോകാം. 500 എഴുത്ത് എഴുതിയിട്ട് അടുത്ത എഴുത്ത് എഴുതാൻ പറ്റാതെ, സ്നേഹം കൊടുക്കാൻ പറ്റാതെ, സ്വന്തമായിട്ട് സെറ്റ് പോലും കൈകൊണ്ട് എഴുതാത്തവരാണ് ഈ പറയുന്നത് എഴുത്തിലോട്ട് തിരിച്ചു ഓർമ്മശക്തിയെ ബാധിക്കും. അതുകൊണ്ടാണ് എന്ന് വേറൊരു കാര്യം ഇവന് ഓർമ്മയില്ല. എന്റെ സെറ്റപ്പ് മറന്നുകൊണ്ട ഞാൻ. അതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് മാറി വന്നത് സ്റ്റേജ് ടൈം കൂടിയതിന്റെയാ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് പല സ്റ്റേജുകളിലും ജോൺ ചെയ്ത് നിന്നിട്ട് നമ്മൾ പറയും അതല്ല, അതിന്റെ അല്ല ഇവൻ മൈക്ക് വഴി ചോദിക്കും, എടാ അപ്പൊ ഞാൻ പറയുന്നത് വിളിച്ചു രാകേഷ് ശർമ്മ, ആദ്യത്തെ ആസ്ട്രോണോട്ടിന്റെ പേര്. ജോൺ ആക്ച്വലി ഒരു കാര്യം ഓർക്കാൻ എഫേർട്ട് ഇട്ട് അത് മറക്കാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലേ? അല്ലേ? ജോൺ ഇപ്പൊ ഒരു സാധനം മറക്കും. എനിക്ക് ഓർക്കാൻ ഒരു പാറ്റേൺ ഉണ്ട്. എന്താ പാറ്റേൺ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി അങ്ങനെയാണ്. അതും മറക്കാതെ വേറെ എന്തെങ്കിലും ടിപ്സ് ആൻഡ് ട്രിക്സ് ഉണ്ടോ? ഒരു ട്രിപ്പ് അതങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊളത്തിടും, എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒന്നിന്റെ വലറ്റും പിടിച്ച് അങ്ങനെയൊക്കെ. നമ്മള് വിഷയത്തിൽ നിന്ന് തെന്നി മാറി വല്ലാതെ, എന്നാലും നന്നായി. പക്ഷെ ഇതില് ജോൺ ജോയ്ക്ക് ഒരു ഡിഫറൻസ് ഉണ്ട്. സ്പോട്ട് ദ ഡിഫറൻസ് എന്നൊക്കെ പറയുന്ന പോലെ പല എപ്പിസോഡിന് കമ്പയർ ചെയ്യുമ്പോൾ അത് സ്പോട്ട് ചെയ്യുന്ന ആൾക്കാർ ജോണിന്റെ ഹാർഡ് കോർ ഫാൻസ് ആയിരിക്കും. അതുണ്ടാവില്ല. വ്യത്യാസം എന്ത്? നിനക്ക് മനസ്സിലായില്ലേ? എനിക്ക് നമ്മളിങ്ങനെ പലതവണ ഡിസ്കഷൻ വരുമ്പോഴത്തേക്ക് ഇത് നിർത്താന്ന് പറയുന്നത് അല്ലാതെ നിർത്തി അങ്ങ് പോകാൻ വേണ്ടിയല്ല. ഞാൻ പറഞ്ഞ വേറൊരു ടൈപ്പ് ഓഫ് ഒരു കണ്ടന്റോട് അത്ര വേറൊരു ടൈപ്പ് ഓഫ് കണ്ടന്റോട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. നമ്മൾ ആൾക്കാർക്ക് ഇത് കാണുന്നവർക്ക് രസമാണ്, നമ്മളെ വൈബ് മനസ്സിലായത് അതിനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. അവരെ നിർത്തുപോയോ ഒരു ഫാമിലി മെമ്പർ പോകുന്ന ഫീലാണ് ശരിക്കും. പലരും കമന്റ് പറയാം നിങ്ങൾ നിർത്തണ്ടെന്ന് പറയണ്ട. ഞാൻ പറയണത് എന്താ പറയുക, നമ്മുടെ കഥകൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ മൊത്തം ജീവിതം മാറ്റി കാര്യങ്ങൾ പേഴ്സണൽ സ്റ്റോറീസ് വന്നുകൊണ്ട് അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞ ഇങ്ങനെ പറയാൻ നല്ല പേടിയാ. എനിക്കറിയില്ല, എനിക്ക് അല്ലാതെ പിന്നെ വേറൊരു സംഭവം, നമ്മൾ എടുക്കുന്ന ടോപ്പിക്കുകൾ എടുത്തിട്ട് അതിനൊക്കെ എല്ലാവർക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അതായത് ചില ആൾക്കാർക്ക് ഇപ്പം മഹാദേവനെ സംബന്ധിച്ചുള്ള സീരിയസ് ടോപ്പിക് ഡിസ്കഷൻ ഭയങ്കര ഇൻട്രോവേർട്ടും അല്ലെങ്കിൽ തമാശ ഫൺ സാധനം പിടിക്കണമെന്നാണ്. എന്നെ സംബന്ധിച്ച് അങ്ങനെ കോൺട്രവേഴ്ഷ്യൽ സാധനങ്ങൾ പറയണമെന്നാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ചില ടോപ്പിക്കുകൾ എടുക്കാനും പറ്റത്തില്ല. നമ്മൾ അതിനുള്ള ഷോർട്സ് കട്ട് ചെയ്തിടുമ്പോൾ ഷോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ അത്രയും ലെങ്ത് ആയിട്ടുള്ള ഒരു എപ്പിസോഡിന്റെ വൈബ് ആയിരിക്കില്ല ആൾക്കാർ അല്ലാതെ കാണുന്ന ആൾക്കാർ കാണുന്നത്. അപ്പൊ അതില് ഭയങ്കര നെഗറ്റീവ്സ് അതൊക്കെ വന്നിട്ടുണ്ട്. എന്റെ പോയിന്റ് നമ്മൾ നിങ്ങളോട് ബ്രേക്കപ്പ് ചെയ്യല്ല ഉദ്ദേശം. നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കൂടുതൽ കണ്ടന്റ് അല്ല, നമ്മൾ കൂടുതൽ കണ്ടന്റ് ചെയ്യുക എന്നുള്ളത്. ഞാൻ എന്നെ സ്റ്റാൻഡപ്പ് ഷോസും സ്റ്റാൻഡപ്പിന്റെ ക്രൗഡ് വർക്ക് ഷോസും അതിന്റെ കണ്ടന്റോടെ കുറച്ച് പുറത്ത് വരണം. ആൾക്കാർ ഞാൻ പതുക്കെ ഇറക്കത്തുള്ളൂ. സ്പെഷ്യൽ നിന്റെ വിശ്വാസം ഞാൻ നിർത്തി ഉടനെ അത് ഇറക്കി വിടാനുള്ളത് വേണമെങ്കിൽ നമുക്ക് സ്പെഷ്യൽ നമ്മുടെ റെക്കോർഡ് ബെസ്റ്റ് വേർഷൻ റെക്കോർഡുണ്ട്. ഫസ്റ്റ് ഷോ അടിപൊളിയായിട്ട് ചെയ്തതിന്റെ റെക്കോർഡ് വേർഷൻ ഉണ്ട്. ഞാൻ മരിച്ചാൽ നിങ്ങൾ എടുത്ത് റിലീസ് ചെയ്തൊന്നും നോക്കണ്ട, ആ സാധനം നിങ്ങൾ റിലീസ് ചെയ്തു. അടുത്ത ജനുവരിയിലൊക്കെ മിക്കവാറും അടുത്ത ജനുവരി അടുത്ത ആഴ്ച ഒന്നും പറയാൻ പറ്റില്ല, മനുഷ്യന്റെ കാര്യമല്ലേ. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ചത് കൂടുതൽ കണ്ടന്റ്, അതായത് നമ്മൾ ബിറ്റോക്സിൽ സപ്പോർട്ട് ചെയ്തവൻ അവര് നമ്മുടെ സ്റ്റാൻഡപ്പ് കണ്ടന്റ് സപ്പോർട്ട് ചെയ്യുന്നത് കാണണം, നമ്മുടെ വേറൊരു മുഖം. അതിനുവേണ്ടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കൂടുതൽ കണ്ടന്റ് ചെയ്യാന്നുള്ളത്. ഇപ്പൊ ഒരു കഥ സ്ഥലത്തുമ്പോൾ അത്യാവശ്യം ഫസ്റ്റ് എപ്പിസോഡ് നല്ല രീതിയിൽ പോയി, അതിന് ജഡ്ജ് ചെയ്യാറായിട്ടില്ല. അല്ല സ്റ്റാർട്ടിങ് നല്ല രീതിയിൽ പോയി. അപ്പൊ അത് വരട്ടെ, നമ്മൾ പുതിയ സാധനങ്ങൾ ചെയ്തിട്ട് നമ്മൾ ഇവോൾവ് ആവും. കാരണം നമ്മൾ എന്താണെന്നറിയോ, ഈ നമ്മുടെ പ്രിപ്പറേഷൻ റിലേറ്റീവ്ലി മിനിമൽ ആണ്. നമ്മൾ ചെയ്തുകൊണ്ടാണ് നമ്മൾ നമ്മൾ ഇവോൾവ് ചെയ്യുക ശരിക്കും. ഇപ്പൊ ചെയ്ത് പഠിക്കുക, ഓരോ കാര്യങ്ങൾ ചെയ്തേക്കുന്നത് അങ്ങനെയാണ് പഠിക്കുക. അത് സഹിച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട് അല്ലേ, അത് സഹിച്ച ആൾക്കാർ കൂടുതൽ നിൽക്കുന്നുണ്ട് ശരിക്കും. ഫസ്റ്റ് എപ്പിസോഡ് 10K അടിച്ച്. അപ്പൊ ഒരു പുതിയ സാധനം ആൾക്കാർ അത്രയും പേര് പകുതി സബ്സ്ക്രൈബേഴ്സ് വന്ന് നമ്മളത് കണ്ടെന്ന് വെച്ചാൽ വലിയ കാര്യം. അപ്പൊ അത് എങ്ങനെ മുന്നോട്ട് പോകുന്ന നോക്കാം. ഒരു പുതിയ കണ്ടന്റോട് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ഒരു പ്ലാനും ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞ റിയാക്ഷൻ വീഡിയോസോ വ്ളോഗ്സോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം കണ്ടന്റ് ചെയ്തിട്ട് റിയാക്ഷൻ വീഡിയോയിലും. പിന്നെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഈ തമാശ നോക്കുമ്പോൾ അതിലൊരു ഊക്ക് വരും. അത് ഓൾറെഡി ആൾക്കാരുടെ ഇടയിൽ, ഇപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ ഇടയിൽ അല്ലാതെ ജനറലി അന്നത്തെ ഒരു ഹെയ്റ്റ് കിട്ടിയ ആൾക്കാരുടെ മനസ്സിലൊക്കെ നമ്മള് ആൾക്കാരെ ഇങ്ങനെ വെറുതെ കളിയാക്കി നടക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഈ റിയാക്ഷൻ ചെയ്യുമ്പോൾ അവര് ഊക്ക തന്നെയാണ് ചെയ്യുന്നത്.
പക്ഷെ നമ്മൾ എല്ലാവരും ഊക്കുന്നത് ആൾക്കാർ ഈ നമ്മളെ അന്ന് സൈബർ അറ്റാക്ക് ചെയ്തവരെല്ലാം ഇത് എല്ലാവരും ട്രോൾ ചെയ്യുന്നതെല്ലാം ഊക്കലാണല്ലോ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ആ ഒരു ഐഡിയ കേൾക്കുമ്പോൾ ഞാൻ ആദ്യം ആലോചിക്കുന്നതാണ്. അങ്ങനെ പിന്നീട് ആ ഒരു image ഇത്ര പിന്നെ push ആലോചിക്കണം. ആവുന്നു. എനിക്ക് എന്റെ ഒരു ബേസിക് സാധനം ആലോചിച്ച് ചെയ്യുന്ന ഒരു കാര്യം ഫിഗർ ഔട്ട് ചെയ്ത് എങ്ങനെ ഇതിന്റെ ഒരു സാധ്യത എങ്ങനെ ചെയ്യാൻ വർക്ക്ഔട്ട് ചെയ്യാൻ ഇതിനൊക്കെ നമ്മുടെ കൂടെ നമ്മുടെ മഹേഷ് ചേട്ടനുണ്ട്, പ്രൊഡ്യൂസർ മഹേഷ് ചേട്ടൻ, ക്യാമറ മഹേഷ് ചേട്ടനല്ല, പ്രൊഡ്യൂസർ മഹേഷ് ചേട്ടൻ. സോ ഒരു റിയാക്ഷൻ വീഡിയോസിന്റെ സാധനം സുമേഷ് ചേട്ടൻ നമ്മുടെ അടുത്ത് ആദ്യം തൊട്ടേ പറയുന്ന സാധനം റിയാക്ഷൻ വീഡിയോസ് ചെയ്യാന്നാണ്. നമുക്ക് റിയാക്ഷൻ വീഡിയോസ് ചെയ്യാന്ന് എനിക്ക് ആ ഒരു സാധനം കൂടെ ചെയ്ത് തുടങ്ങാം. സോ ദാറ്റ് അപ്പൊ എന്തായാലും ഇത് നമ്മൾ ഈ എപ്പിസോഡ് ഔട്ട് ചെയ്യുമ്പോഴേക്കും നമ്മൾ ചെയ്തു തുടങ്ങും. ഇല്ല ചെയ്ത് തുടങ്ങും. ചിലപ്പോൾ തുടങ്ങുമായിരിക്കും, പറയാൻ പറ്റില്ല, ചിലപ്പോൾ തുടങ്ങുമായിരിക്കും. അടുത്ത വീക്കെൻഡ് ചെയ്ത് തുടങ്ങിയിരിക്കും. അങ്ങനെ പറയില്ലേ? ധൃതി വേണം നമുക്ക്, ഇല്ല ഇല്ല, ജീവിതത്തിൽ ധൃതി വേണ്ട ജോൺജോ. ജോൺ ജോക്ക് ധൃതിയും വേണ്ട, പ്ലാനിങ് വേണ്ട, 36-37 ചിന്തിക്കാൻ വേണ്ട. അപ്പൊ നമ്മൾ നിങ്ങളോട് ബ്രേക്കപ്പ് ചെയ്യുകയല്ല, നമുക്ക് ദീപകിന് 2-3 ബ്രേക്കപ്പ് സ്റ്റോറിൽ കേട്ട് ഇത് വൈൻഡപ്പ് ചെയ്യാം. ദീപു, ഈ ഫസ്റ്റ് നീ വന്നല്ലോ റിലേഷന്റെ ഏറ്റവും ഹയസ്റ്റ് റിലേഷൻ അല്ലെങ്കിൽ ലോങ്സ്റ്റ് റിലേഷൻ ഇതാക്കണമെന്ന് നിനക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതിന് തൊട്ട് മുമ്പുള്ള ലോങ്സ്റ്റ് റിലേഷൻ നിന്റെ മാരേജ് റിലേഷൻ ആണ്, ഇത് പറയണ്ട അല്ല, കാരണം അത് ഓൾറെഡി പലതവണ പറഞ്ഞു മടുത്തു. പിന്നെ അതല്ലാതെ നിന്റെ റിലേഷൻ ബ്രേക്കപ്പ് ആയത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പൊ ആക്ച്വലി ബാംഗ്ലൂരിൽ താമസിക്കുന്ന ഫ്ലാറ്റിൽ ഞാൻ വേറൊരു അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത്. പക്ഷെ അതേ എനിക്ക് ആ ഫ്ലാറ്റിൽ ഞാനൊരു എക്സിന് താമസിക്കുന്നുണ്ടായിരുന്നു പണ്ട്. അപ്പൊ അത് ബാംഗ്ലൂരിൽ 2018 തൊട്ട് 2019 വരെയുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അതായിരിക്കും ലോങ്സ്റ്റ് റിലേഷൻഷിപ്പ്. അത് ആക്ച്വലി ഇതേപോലെ നല്ല ഇമോഷണലി മെച്ചുവറും ഇമോഷണലി സ്റ്റേബിളും ആയിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷെ അന്ന് ഞാനൊരു വെറും ബാണമായിരുന്നു. അപ്പൊ അവള് വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ എന്നെ നന്നാക്കാൻ നോക്കണ്ട, ആ ഒരു ലൈനായിരുന്നു ആ സമയത്ത് ഞാൻ കുറച്ച് ടോക്സിക് ആയിരുന്നു. എന്ന് വെച്ചാൽ അങ്ങനെ ടോക്സിക് അല്ല, നീ ടോക്സിക് അല്ല, നിനക്ക് ചില ടോക്സിക് ഹാബിറ്റ്സ് ഉണ്ടായിരുന്നു. അതാണ് അത് ഹാബിറ്റ് മാത്രമല്ല, എനിക്ക് ഈഗോ ഉണ്ടായിരുന്ന സമയമായിരുന്നു. അതായത് എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരാൾ വന്നൊരു നല്ല കാര്യം പറഞ്ഞാലും അത് എനിക്കൊരു പേഴ്സണൽ അറ്റാക്ക് ആയിട്ടാണ് തോന്നുന്നത്. നിന്റെ ഈഗോ നീ എന്നാണ് ലെറ്റ് ഗോ ചെയ്തത്? ഈഗോ ലെറ്റ് ഗോ ചെയ്തത് 2019 ജനുവരി 6 അന്ന് ഞാനിത് കൃത്യമായിട്ട് ലെറ്റ് ഗോ ചെയ്തു. ഈഗോ ലെറ്റ് ഗോ ചെയ്തത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ റിലേഷൻഷിപ്പ് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആയിരുന്നു. അതിന് മുമ്പേ ഉള്ള റിലേഷൻഷിപ്സ് ഒന്നും അത്ര ഹെൽത്തി എന്ന് വെച്ചാൽ ഭയങ്കര സ്വിങ്സ് ആയിരുന്നു, മൂഡ് സ്വിങ്സും സാധനവും. പിണങ്ങ് 2 ദിവസം പിണങ്ങും. കഴിഞ്ഞ റിലേഷൻഷിപ്പൊക്കെ അതിൻ്റെ നടുക്ക് തന്നെ ഒരു 10 പ്രാവശ്യം ബ്രേക്കപ്പ് നടന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതായത് ബ്രേക്കപ്പ് നടക്കും. അതായത് ഈ റിലേഷൻഷിപ്പിലൊക്കെ ഒരു 5-6 മാസം കഴിയുമ്പോൾ ബ്രേക്കപ്പ് നടക്കും. അത് കഴിഞ്ഞ് തിരിച്ചു വരും, പിന്നെ ബ്രേക്കപ്പ് നടക്കും, പിന്നെ തിരിച്ചു വരും. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ആ ഒരു സാധനം നടക്കരുത് എന്നുള്ള അങ്ങനെ നടന്നില്ല. പക്ഷെ അങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഞാൻ തിരിച്ചു വരുവാണെങ്കിൽ എന്നെ എടുക്കരുത്, കാരണം എനിക്ക് ആ ഒരു സാധനമുണ്ട്. അപ്പൊ ഈ റിലേഷൻഷിപ്പിൽ അത് നടന്നിട്ടില്ല. ഇല്ല. നിങ്ങള് വഴക്കുണ്ടാക്കുമായിരുന്നോ? നമ്മള് വഴക്കുണ്ടാക്കുമായിരുന്നു, പക്ഷെ എന്നാലും അങ്ങനെ വഴക്കുണ്ടായാലും അത് പറഞ്ഞു തീരാവുന്ന വഴക്ക്. ടോക്സിക് പ്രശ്നങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. ഇല്ല. പുള്ളിക്കാരി ഭയങ്കര ഇമോഷണലി ആ ഒരു സാധനം ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് കൊണയായിരുന്നെങ്കിലും അത് കാരണം അത്ര അങ്ങനെ ഡിസ്റ്റർബ്ഡ് ഒന്നും ആവില്ലായിരുന്നു. 2018-19 നീ ടോക്സിക് ആയിരുന്ന സമയത്ത് ടോക്സിക് എന്ന് വെച്ചാൽ ഞാനാണെങ്കിൽ എൻ്റെ വഴിയാണ് ഏറ്റവും ശരിയായ വഴി എന്നുള്ളൊരു അഹങ്കാരത്തിൽ ജീവിക്കുന്ന സമയം. രജനീകാന്തായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ ആ സമയത്ത് എൻ്റെ മറ്റേ സ്റ്റാർട്ടപ്പ് ഒക്കെ വിട്ട് ഞാൻ സ്റ്റാൻഡപ്പ് തുടങ്ങുന്ന ടൈമൊക്കെ അന്നൊക്കെ ഞാൻ സ്റ്റാൻഡപ്പിൽ വെറും കൂറായിരുന്നു. അപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്, ഞാനിങ്ങനെ സ്റ്റാൻഡപ്പ് ഒക്കെ ചെയ്ത് ഇവളുടെ മുഖത്തൊക്കെ ഡേറ്റ് തുടങ്ങിയ സമയത്ത് ചെയ്തു. തൊട്ടടുത്ത വർഷം നിനക്കായിരുന്നല്ലോ ഫസ്റ്റ് സ്റ്റാൻഡപ്പ് വൈറൽ വീഡിയോ ഉണ്ടായത്. എന്റെ നാട്ടിൽ പോലും പത്തനംതിട്ടയിൽ പോലും ആൾക്കാർ ഇതിന്റെ വീഡിയോസ് അത് കുറെ പേര് കണ്ടിട്ടുണ്ട്. അത് ഞാനാണെങ്കിൽ എൻ്റെ വാട്സാപ്പ് സ്റ്റേറ്റസ് വരുന്ന സമയത്ത് ആൾക്കാർ വാട്സാപ്പ് സ്റ്റേറ്റസ് അതിന്റെ ആനിവേഴ്സറി ആക്ച്വലി 2021 എനിക്ക് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള 25,000 ഫോളോവേഴ്സ് എന്തോ ആ സമയത്ത്. എനിക്ക് ഇപ്പോഴും അത്രയും ഫോളോവേഴ്സ് ഇല്ല. അതായത് അത് കഴിഞ്ഞിട്ട് 4 വർഷമായി. ഈ 4 വർഷം താഴോട്ട് ഇറങ്ങി ആ ഒരു സാധനം എനിക്ക് പിന്നെ പിടിക്കാനേ കിട്ടില്ല. ആ ഒരു സാധനം ഒരു വർഷം നടന്നിട്ടില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഓസ്ട്രേലിയയിലായിരുന്നു. ആ ഒരു സാധനം എന്തോ ഇങ്ങനെ ഒരു പ്രതീക്ഷ വന്നിട്ട് ഇതുപോലത്തെ കൊതിപ്പിച്ച് കിടന്നു. പുള്ളിക്കാരി എന്നെ മീറ്റ് ചെയ്യുമ്പോൾ ഞാൻ മറ്റേ ടെക് ഓണ്ടർപ്രണറിൽ നിന്ന് പിന്നെ അതൊക്കെ ചില തെണ്ടിയിൽ DP-യിൽ ഗിറ്റാർ പിടിച്ച് ഫോട്ടോ ഗിറ്റാറിസ്റ്റാന്ന് വിചാരിച്ച കൂടെ ചെല്ലും. എന്നിട്ട് പരിപാടി കാണുമ്പോൾ ഒരു ഫീലില്ലേ, അതായിരുന്നു എന്റെ പ്രൊഫൈലിൽ സ്റ്റാൻഡപ്പ് കോമിക്സ് കേട്ടപ്പോ അവൾ ഇംഗ്ലീഷ് ഹിന്ദിയെ കണ്ടിട്ടുണ്ടാവുള്ളൂ.
അല്ല ശരിക്കും അത് നിന്റെ കോളേജ് മേറ്റോ സ്കൂൾ മേറ്റോ കണ്ടല്ലേ? എന്റെ സ്കൂളിലെ ഭയങ്കര ക്രഷ് ആയിരുന്നു അല്ലേ? സ്കൂളിലെ ക്രഷ് ആയിരുന്നു. സ്കൂളിൽ മറ്റേ ടോപ്പ് ചിക്കായിരുന്നു ഞാൻ. ഇവൻ അന്ന് കിട്ടാത്ത ചിക്കാണ്. അതെ അതെ. പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് വണ്ണം കുറഞ്ഞൊക്കെ പോയി സെറ്റാക്കിയതാണ്. അതെ അതെ. എത്ര വർഷത്തെ കാത്തിരിപ്പാണത്? സ്കൂളിലെന്നൊക്കെ പറയുമ്പോ നീ 7ാം ക്ലാസ്സിൽ അപ്പിട്ടപ്പോൾ അതല്ല, ഫൈനലിലും 12ലും കൂടെ പഠിച്ച. ഹയർ സെക്കൻഡറിയിൽ ആയിരുന്ന ആളെ നീ IIT കഴിഞ്ഞ് IIM കഴിഞ്ഞ് വേട്ടയാടി പിടിച്ചു. വേട്ടയാടി പിടിച്ചെന്നുവെച്ചാൽ രണ്ടുപേരും ഒരു സ്ഥലത്ത് ആ സമയത്ത് എത്തിപ്പോയത് അങ്ങനെ. അവൾക്ക് കല്യാണം കഴിക്കണമായിരുന്നു. അതെ അതെ. അവൾക്ക് ഒരു ജ്യോതിഷം പറഞ്ഞു ഉടനെ കല്യാണം കഴിക്കണം. അതായത് ഇപ്പൊ കല്യാണം നടന്നില്ലെങ്കിൽ 26 വയസ്സിന്റെ അകത്ത് കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ 32 കഴിഞ്ഞ് നടക്കുക. ഇപ്പൊ അവളുടെ കല്യാണം കഴിഞ്ഞു റീസെന്റ്. ഞാൻ പറഞ്ഞു എനിക്ക് അത്ര പെട്ടെന്ന് കല്യാണം ഒന്നും കഴിക്കാൻ പറ്റൂല. അങ്ങനെയാണ് നിങ്ങൾ ബ്രേക്കപ്പ് ആകുന്നത്? അങ്ങനെയാണ്. അപ്പൊ ഇവന് പ്രഷർ ഉണ്ടായിരുന്നു കല്യാണം കഴിക്കാൻ ആ സമയത്ത്? പിന്നെ എനിക്ക് അന്നാണെങ്കിൽ ഒരു റിലേഷൻഷിപ്പ്, അന്ന് ഞാനൊരു കൂറയാണ് ആ ഒരു ലൈനിലായിരുന്നു. ഞാനൊരു കൂറയാണ്, ഞാനൊരു കൂറയായിട്ട് തന്നെ ഇരിക്കും, എന്നെ മാറ്റാനും നോക്കണ്ട, ഞാനിതാണ് അങ്ങനത്തെ ഒരു സാധനം. അപ്പോൾ ഞാനൊരു കൂറയില്ല, എനിക്ക് എന്തിനാണ് ആ ഒരു സാധനം ഉണ്ട്. അന്ന് എനിക്കൊരു റിലേഷൻഷിപ്പ് വേണം അല്ലെങ്കിൽ നീ മറ്റേ ഇതായിരുന്നല്ലേ അർജുൻ ഷെഡ്ഡി ഇമോഷണൽ സപ്പോർട്ട് വേണം എന്നുള്ളൊരു സാധനം ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ അത് കൊടുക്കാനും താല്പര്യമില്ലായിരുന്നു. അപ്പൊ നമ്മുടെ എഫേർട്ടും അത്രത്തോളം അല്ലേ. ആ ബ്രേക്കപ്പിൽ നീ ഇതുപോലെ തിരിച്ച് ബാർഗൈൻ ചെയ്യാൻ പോയോ? ഞാൻ ബാർഗൈൻ ചെയ്യാൻ പോയിട്ടൊക്കെ ഉണ്ട്. ഞാൻ പിന്നെയും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ഒക്കെ കഴിക്കുമ്പോ വൈ ആർ യു ഫോളോയിങ് 2-3 വർഷം അടിച്ചു പിരിഞ്ഞാണോ? അപ്പൊ നിന്റെ ബ്രേക്കപ്പിൽ എങ്ങനെയാണോ പറയുന്നത്? ചീറ്റ് ചെയ്യണം, അതായത് വേറൊരു സെറ്റ് ആക്കിയിട്ട് നീ ഇറങ്ങണം. ഞാൻ എവിടെ കേട്ടിട്ടുണ്ടല്ലോ, എവിടെയോ കേട്ടിട്ടുണ്ട് ഈ ബ്രേക്കപ്പ്. നീ പറഞ്ഞിട്ടല്ലേ, അല്ലെ നിന്റെ ഐഡിയ അല്ലായിരുന്നു ബ്രേക്കപ്പ്? അതെ. അപ്പൊ ഇങ്ങനെ കല്യാണത്തിന്റെ കാര്യം വന്നു. പിന്നെ ഞാനാണെങ്കിൽ ആ സമയത്താണ് ജോലിയിൽ കയറിയത്. അപ്പൊ ജോലിയിൽ കയറിയപ്പോ വേറെ ഒരു ചിക്ക് ഉണ്ടായിരുന്നു. വേറൊരു ചിക്ക് ആവശ്യത്തിന് ക്ലോസ് ആയി. അപ്പൊ നീ അത് കളയാന്ന് വിചാരിച്ചു, പുതിയ എടുക്കാന്ന് വിചാരിച്ചു. പിന്നെ ആ ചിക്കുമായിട്ട് കൂടുതൽ അടുത്തപ്പോഴാണ് മനസ്സിലായത് ആ ചിക്കിന് മറ്റേ ചിക്കിനൊക്കെ മോശം വന്നു. അങ്ങനെയല്ല, കുറച്ചുകൂടെ അംബീഷ്യസ് ആയിരുന്നു. ഇല്ല, നമുക്കങ്ങനെ ഒരു വൈബ് ഉണ്ടല്ലോ, ആ വൈബ് കൂടുതൽ ഫീൽ ചെയ്യുന്നത്. ഈ എപ്പിസോഡ് എന്റെ ഐഡിയ ആയിപ്പോയി. ഐഡിയ എന്റെ ആയിപ്പോയി. പറ ദീപു, മറ്റേത് വെറും ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് മാത്രമായിരുന്നു ഓഫീസിൽ കണ്ടത്. അതെ, ഓഫീസിൽ കണ്ടത്. അത് റൊമാൻറ്റിക് റിലേഷൻ ആയില്ല. മറ്റേത് ബ്രേക്കപ്പ് ആവുകയും ചെയ്തു. മറ്റേത് ബ്രേക്കപ്പ് ആവാൻ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പൂനെയിലോട്ട്, എനിക്ക് 6 മാസം ജോലി കിട്ടി, ഞാൻ പൂനെയിലോട്ട് പോയി. പിന്നെ എനിക്കും ആ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ വലിയ താല്പര്യമില്ലായിരുന്നു ആ ഒരു സമയത്ത്. ആ പോണേ പോട്ടെ അങ്ങനത്തെ ഒരു ലൈനായിരുന്നു. ഞാൻ ഒരു 5-6 മാസം ആ റിലേഷൻഷിപ്പിൽ. എന്നിട്ട് ബ്രേക്കപ്പ് ആയതിനു ശേഷം നിനക്ക് എപ്പോഴാണ് വീണ്ടും തിരിച്ച് വേറെ ആളിനെ കിട്ടാതായത് തോന്നിയപ്പോഴാണ് നീ ബാർഗൈൻ ചെയ്തത്? ഇടയ്ക്കിടയ്ക്കൊക്കെ വിഷമം തോന്നും, ആളിനെ മിസ് ചെയ്യും. ബാർഗൈൻ ചെയ്തപ്പോ പുള്ളിക്കാരി എപ്പോഴത്തേക്കും മൂവ് ഓൺ ചെയ്തു. ഇത് എനിക്ക് തോന്നുന്നു നിന്റെ എല്ലാ റിലേഷനും ഇങ്ങനെ തന്നെയല്ലേ? എൻ്റെ എല്ലാ റിലേഷൻഷിപ്പിലും ഈ ഒരു പാറ്റേൺ ഉണ്ട്. ഞാൻ പല കാര്യങ്ങളും ആക്ച്വലി ഞാനിങ്ങനെ ഈ ഭയങ്കര ലോജിക്കലായിട്ട് ചിന്തിക്കുമെങ്കിലും ഭയങ്കര ഇമോഷണൽ ഇതാണ്. അത് മനുഷ്യൻ അങ്ങനെയാണ്. ഇല്ല എങ്ങനെയാണ് നിനക്ക് കുറച്ച് മടുക്കും, നിനക്ക് ഇത് വേണ്ടെന്ന് തോന്നും, ഞാൻ ഇത് കല്യാണം കഴിക്കരുതാന്ന് തോന്നും, നീ ആ ഡൈവോഴ്സിന് അപ്ലൈ അങ്ങനെ നിങ്ങൾ പേടിപ്പിക്കരുത്. എന്നിട്ട് നീ ഡൈവോഴ്സ് കഴിഞ്ഞിട്ട് പുറകെ നടക്കും, ഇതാ സംഭവിക്കാൻ പോകുന്നത്, നീ കല്യാണം കഴിക്കരുത് ദീപു. എന്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. അതിന്റെ ഇടയിൽ നിങ്ങൾ അത് പറയരുത്. നമ്മളൊരു ഡിസിഷൻ എടുത്താണ്. എന്നിട്ടാണ് നീ കുറച്ച് പിന്നെ ഞാൻ ഇനി കഴിക്കാൻ പോവാന്ന് പറഞ്ഞത്. ഞാൻ ഡിസിഷൻ എടുത്താ. നീ ബ്രേക്കപ്പ് ചെയ്തു, മൂവ് ഓൺ ചെയ്യും, തിരിച്ചു വരത്തില്ലെന്ന് പറഞ്ഞിട്ട് നീ ബാർഗൈൻ ചെയ്യാൻ പോകുന്നത് ശരിക്കും നിന്റെ ഡിസിഷനിൽ നീ തിരിച്ചു പോവില്ലേ? ഡബിൾ ഫേസിനെ പറ്റി ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇല്ല, നമുക്ക് അവരൊരു അടിപൊളി ആളാണ്, നമ്മൾ ഇപ്പൊ ഒരു റിലേഷൻഷിപ്പിലാവും എന്നുള്ളൊരു സാധനം. ബ്രേക്കപ്പ് ചെയ്തത് എന്തിനാ? ബ്രേക്കപ്പ് ചെയ്തത് എന്തിനാണ്? അത് നല്ലൊരു ചോദ്യമാണ്. ബ്രേക്കപ്പ് ചെയ്തത് തിരിച്ചു വരുന്ന ആള് നല്ലതാണെങ്കിൽ തിരിച്ചു വരും. എന്നാ നീ ബ്രേക്കപ്പ് ചെയ്തത് എന്തിനാ? തോന്നി. അതാണ് അപ്പൊ എനിക്ക് തോന്നി. അതാ ഞാൻ നിനക്കത് നിനക്കത് ഇടക്കിടയ്ക്ക് തോന്നുന്നാ പറഞ്ഞത്. നിനക്കത് കിട്ടി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഓ ഇത് മടുത്തു, എനിക്കിത് വേണ്ട. അക്കരപ്പച്ച ഇല്ല, ഇനി അങ്ങനെ ഉണ്ടാവില്ല. ഇനി അങ്ങനെ ഉണ്ടാവില്ല. സത്യം. അല്ല ഇവൻ ലാസ്റ്റ് സത്യം ബോട്ടി റിഞ്ചാ
പൊട്ടിത്തെറിക്കിട്ടല്ലേ. ദീപു ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളത് അത് ശരിയാ. ഒരു മാറ്റി ഇപ്പൊ നിർത്താൻ മാത്രമല്ല ഈ മനുഷ്യനില് evolution ഇല്ലാത്ത ഒരാള് ഞാൻ ഇനി വേറെ ജീവിയാവും. പണ്ട് പിച്ചുമായിരുന്നു, ഇപ്പൊ പിക്കാച്ചുമാണ്. ഇവന്റെ എവല്യൂഷൻ കഴിഞ്ഞിട്ടില്ല, ഇവന് വാല് മുളകുന്നുണ്ട്. ദീപു പണ്ട് മുണ്ടച്ചിയായിരുന്നു, പിന്നെ പിച്ചുവായി, പിന്നെ പിക്കാച്ചുമായി. നല്ല മനുഷ്യനായിട്ട് മാറിക്കൊണ്ടിരിക്കുക, നീ പേടിക്കണ്ട. കാരണം സെക്കൻഡ് ലാസ്റ്റ് റിലേഷനൊക്കെ ബെറ്റർ ആയിരുന്നു നിന്റെ ലാസ്റ്റ് റിലേഷൻ. ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ പറഞ്ഞത് അടുത്ത റിലേഷൻഷിപ്പ് ഇതിന്റെ കാട്ടി ഇവന്റെ ഒരു കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ ഇവനെ മെച്ചപ്പെടുത്താൻ ഡെയിലി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഡെയിലി കുറച്ച് കൂടുതൽ എഫേർട്ട് ഇടുന്നുണ്ട്. അതായത് ഇവനൊരു കാര്യം എന്നെ ആദ്യമേ കിട്ടിയിട്ടുള്ള കാരണം ഇവനൊരു മരുന്നാണ്. അത് അവൻ കിട്ടിയതാ എനിക്കറിയില്ല, ചിലപ്പോ അതൊന്നും ആയിരിക്കില്ല. അവനെ കുറിച്ചുള്ള ഒരു ധാരണയില് അവനിൽ കുറെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാണ്ടിരുന്ന, എന്നിട്ട് ഡെയിലി അതിന് വേണ്ടി എഫർട്ട് ഇടുന്ന ഒരാള്, അതായത് സ്വന്തമായിട്ട് അനലൈസ് ചെയ്ത് ഞാൻ എന്റെ ജീവിതത്തിൽ വല്ലപ്പോഴും ഇരിക്കും പറയുമ്പോ എനിക്ക് ഇത്ര ഫ്രീ ടൈം ഉണ്ട്, ഞാൻ എപ്പോഴും റിൻഷാദ് എന്താ ഇങ്ങനെ ആലോചിക്കുള്ളൂ, ഞാൻ എന്തെങ്കിലും എന്നിട്ട് റിൻഷാദിനെ എങ്ങനെ നന്നാക്കാം, ഞാനെങ്ങനെ എനിക്ക് നന്നാവുന്നതായിരിക്കും. പക്ഷെ ആ സമയത്ത് ദീപക് എപ്പോഴും ദീപകിനെ കുറിച്ച് അനലൈസ് ചെയ്യും. എന്നിട്ട് എനിക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഞാൻ ഇതൊക്കെ മാറ്റിയാൽ നല്ലതാവും. എന്നിട്ട് ഇതൊക്കെ ഇവൻ മാറ്റും. ഇവൻ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇവൻ കഷ്ടപ്പെട്ടിട്ട് എഫർട്ട് ഇട്ട് ചെയ്യുന്ന ഒരു സാധനമല്ലേ. പക്ഷെ 2 പെഗ് അടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സാധാ മനുഷ്യൻ പുറത്തിറങ്ങും. ആ മനുഷ്യൻ മഹാമോശമാണ്. അപ്പൊ ഇവന്റെ ഏറ്റവും ആദ്യത്തെ മൈൻഡില്ല അതാ ഇതിന്റെ ഇടയിൽ ആ ലെയർ മൊത്തം പ്രൈമൽ സ്റ്റേജിലേക്ക് പോകും. അവൻ പ്രാകൃത മനുഷ്യനായിട്ട് പുറത്ത്. നീ ഒരിക്കലും സബ്സ്റ്റൻസ് അബ്യൂസ് സ്റ്റാർട്ട് ചെയ്യരുത്. നീ വേറെ എന്ത് ചെയ്താലും, നീ മണ്ണെണ്ണയോ, നീ അബ്യൂസ് അല്ല, നീ യൂസ് ചെയ്യണ്ടല്ലേ, നീ മദ്യപിക്കാൻ തുടങ്ങരുത്. നിന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു തീരുമാനം നീ ബാക്കി എല്ലാ വിഷയത്തിലും എന്ത് മാറ്റെടുത്താലും മദ്യപാനം എന്ന വിഷയത്തിൽ നീ എടുത്ത തീരുമാനം മാറ്റരുത്. അത് നിന്നെ ഒരുപാട് നന്നാക്കി, നിന്റെ ലൈഫിനെ ഒരുപാട് നന്നാക്കി. നിനക്ക് നല്ലത് മാത്രം സംഭവിക്കുള്ളൂ. നിന്നെ ചുറ്റും ഒരുപാട് കാര്യങ്ങൾ നന്നായി ശരിക്കും ആ ഒറ്റ ഡിസിഷനിലാണ്. അത് വളരെ ഇവൻ ഭയങ്കര കള്ളുടിയനായിരുന്നു. ഇത് കാണുന്നവര് ശരിക്കും ഇവൻ എന്നും അടിക്കുന്ന ഒരാളല്ല. അടിച്ചു കഴിഞ്ഞാൽ മോശമായിട്ടുള്ള ഒരാളാണ്. അത് എന്തായാലും അടിപൊളിയായി. അപ്പോൾ അതുകൊണ്ട് ഇനി റിലേഷൻസ് അടിപൊളിയാവുമായിരിക്കും. നീ ഇപ്പോഴും റീകണക്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു റിലേഷൻ ബ്രേക്കപ്പ് ആയിട്ടുള്ള ആളാരായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി? ഇനി ഒരു ബെസ്റ്റ് ഫ്രണ്ട്, ഒരു തിരിച്ച് റിലേഷനിലേക്ക് പോകാൻ ഇത്ര ബ്രേക്കപ്പിൽ നീ ലാസ്റ്റ് റിലേഷൻ ഇതിലെ ഒരു സാധനം എന്താന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പൊ തോന്നണമല്ലോ, എനിക്ക് വൈകിട്ട് തോന്നാം. അത് ഞങ്ങൾക്കറിയാം. വൈകിട്ട് ആരും അങ്ങനെയല്ലടാ നിന്റെ രാത്രി. അപ്പൊ എനിക്ക് ഇപ്പൊ എന്താണ് തോന്നണെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ആരെയും തിരിച്ചു വിളിക്കൂല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. രാത്രി ആക്കി ചിലപ്പോൾ വിളിക്കും. അത് ഇതില് കുറെ സാധനങ്ങൾ ബയോളജി ഒക്കെ ഉണ്ട് ഇതില്. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മൾ ആ പോണ വഴിക്ക് പോകാന്നുള്ള, നീ വിളിച്ചാലും വലിയ പ്രശ്നമുള്ളതായിരുന്നല്ല. നീ അത് അവരുടെ ഒരു കഥയായിരിക്കും. നാളെ പോഡ്കാസ്റ്റ് നടത്തുമ്പോൾ ഒരു മൈനുണ്ടായിരുന്നു, അത് ബ്രേക്കപ്പ് കഴിഞ്ഞ് അവ എന്നും വിളിക്കായിരുന്നു. നമ്മൾ ഈ കഥ പറയണത് നമ്മുടെ കയ്യിൽ നിന്ന് മൈക്കുള്ള കാരണം പലരും ആ കഥാപാത്രങ്ങളാണ്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ആ പിള്ളേര് ഇതടിച്ച് വന്നതിന്റെ കഥ പറഞ്ഞത്, ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അവിടെ നിന്ന് കൊണ്ടുവരാൻ വന്ന എന്റെ വേറൊരു കഥയുണ്ടാവും ഉറപ്പായിട്ടും. അപ്പൊ നമ്മളെല്ലാരും വേറെ എല്ലാവരുടെ ഇതിലും ലൈഫിലും ചിലപ്പോ ശല്യം ചെയ്യണവനാവാം. നമ്മള് അങ്ങോട്ട് നന്നായിട്ട് എല്ലാവരുടെ അടുത്തും നന്നായിട്ടൊന്നും നിൽക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് വിളിക്കാൻ തോന്നുന്ന ഒരു പോയിന്റിൽ തീർപ്പറ്റുള്ളെങ്കിൽ നീ വിളിക്കാം, നീ കൂറെ ആയിരിക്കും. അതിന് എൻഡ് ഓഫ് ദി ഡേ നീ ഒരു വീണ്ടും നിനക്ക് ആ ഫീല് വരും. ഇവിടെ അത് പറഞ്ഞു വിചാരിച്ച് പേടിച്ച് വിളിക്കാതിരിക്കും. കാരണം ആ കുട്ടിക്ക് മലയാളം അറിയത്തില്ല, ആ കുട്ടി പരിപാടി കണ്ടാൽ മനസ്സിലാവത്തില്ല, ആ കുട്ടിക്ക് മലയാളത്തിൽ കമന്റ് ചെയ്യാൻ അറിയത്തില്ല. നീ ധൈര്യമായിട്ട് വിളിച്ചോ, പ്രശ്നമില്ല. ബാക്കി റിലേഷൻഷിപ്പിനെ പറ്റി പറയാതെ ആ റിലേഷൻഷിപ്പിനെ പറ്റി മാത്രം പറയുന്നത്, പുള്ളിക്കാരി ഇമോഷണലി മെച്ചൂർ ആണ്, ഇത് എടുക്കാൻ പറ്റുന്ന ഒരാളാണ്. ഇത് കേട്ടാലും വിളിക്കാൻ മനസ്സിലാവത്തില്ല, അങ്ങനെ ഒരു പോയിന്റ് ഉണ്ട്. നമ്മൾ വെക്കാറില്ല. ഇത് മലയാളത്തിൽ ട്രാൻസ്ക്രിപ്ഷൻ പോകും, പക്ഷെ അത് ഒരു അർത്ഥം വേറൊരു അർത്ഥത്തിലായിരിക്കും. പിന്നെ ഇപ്പൊ ചില ടൂൾസ് ഒക്കെ മലയാളം നന്നായിട്ട് പിടിക്കുന്നുണ്ട്. യൂട്യൂബിലായാലും ഇൻസ്റ്റയിലും വരെ ഫീച്ചർ വന്നിട്ടുണ്ട്. ഇപ്പൊ ജെമിനൈ ഭയങ്കര കോൺവെർസേഷൻ ആണ്. ജെമിനൈ മലയാളം സംസാരിച്ചാൽ മലയാളത്തിന്റെ റിപ്ലൈ. നിന്റെ ബ്രേക്കപ്പിൽ ആരോടെങ്കിലും നിനക്ക് ഇപ്പൊ കോണ്ടാക്ട് ഉണ്ടോ? ലാസ്റ്റ് ഉള്ളത് നീ ബ്രേക്കപ്പ് വഴക്കായിരുന്നു, ആരുമായിട്ട് കോണ്ടാക്ട് ഇല്ല. ഇതിന്റെ മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ എല്ലാത്തിന്റെയും മരുന്ന് എന്ന് പറയുന്നത് ടൈമാണ്. എല്ലാത്തിനും ഒരു ടൈം കൊടുക്കുക എന്നുള്ളതാണ്. അതിന് ഇന്ന സമയം എടുക്കും, ആ സമയത്ത് കൂടെ കടന്നു പോയിട്ട് ഇത് സ്വിച്ച് ഇട്ട പോലെ തീർക്കാൻ ഒരിക്കലും പറ്റൂല. അങ്ങനെ പറ്റണമെങ്കിൽ നിനക്ക് പറ്റണമായിരുന്നെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ പോലെ നീ ഈ റിലേഷൻഷിപ്പിൽ ചീറ്റ് ചെയ്യണ ഒരുത്തനായിരുന്നെങ്കിൽ ചിലപ്പോ നീ അടുത്തത് പെട്ടെന്ന് പിടിച്ച്
ഇതിൽ നിന്ന് ഇറങ്ങി പോകാൻ പറ്റിയാണ്. അതായത് നീ ബസ്സിൽ നിന്ന് ഓടി ഇറങ്ങിയിട്ട് അടുത്ത അപ്പുറത്തെ സൈഡിലേക്ക് പോയേനെ. ഇതിന് ടൈം കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ട് ഓടാൻ. അല്ല നീ ഇപ്പൊ ബസ്സൊന്നും നിക്കണില്ല. സ്റ്റോപ്പില്ല. ഞാനിങ്ങനെ ബസ്സൊക്കെ നിർത്താതെ 6 മാസത്തേക്ക് പറ്റില്ല. നീ സ്റ്റോപ്പില്ല, നീ ആ ബസ്സിൽ ഇരിക്കാൻ സീറ്റ് കിട്ടില്ല എന്ന് പറഞ്ഞിറങ്ങിയതാ. ഇപ്പൊ നിക്കാൻ പോകുന്ന സീറ്റ് ഉള്ള പോലെ ഒരു ബസ് പോലും കിട്ടണില്ല. അപ്പൊ നിനക്ക് തോന്നാ ആ ബസ് മിസ് ചെയ്ത് കളഞ്ഞു എന്നുള്ളൊരു സാധനം. നീ ടൈം എടുക്കാന്നുള്ളതാണല്ലോ. ആളില്ലാത്തൊരു ബസ് വരും. അനീസ് ഈ ജോൺ ജോക്ക് ഭയങ്കര വിസ്ഡം ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ആ മുടി, വിസ്ഡം ഇല്ല. ഇങ്ങനെ മൊഴിമുത്തുകൾ ഇങ്ങനെ അത് ഞങ്ങളുടെ ഏജിലുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര ഞങ്ങൾക്ക് ഭയങ്കര മെച്യൂരിറ്റി ആയിരിക്കും. ഞങ്ങൾക്ക് ജീവിതാനുഭവം നിങ്ങളെക്കാൾ കൂടുതലാണ്. ഇവൻ ചില സാധനങ്ങളൊക്കെ ഇടുന്ന കേട്ടാല് ഈ കുങ്ഫു പാണ്ടല് മറ്റേ ആമയുണ്ടല്ലോ, മാസ്റ്റർ റൂഗ്വേ. ഞാൻ സത്യത്തിൽ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു എന്റെ ജീവിതത്തിലെ റോൾ മോഡൽ ആരാണ്. ഇത്തരം ജോൺസൺ. അതെന്ത് കൂടുതൽ പറയരുത്, അത് കൂടുതൽ പറഞ്ഞാൽ നീ പറഞ്ഞോ. അത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ തന്നെ പറഞ്ഞത് ജോൺ ജോ വഴിയാണ് നീ ചൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മള് ഏത് എപ്പിസോഡായിരുന്നു? മാരേജ്, നമ്മൾ കല്യാണ എപ്പിസോഡ്. അതങ്ങനെയായിരുന്നു. പേഴ്സണൽ ലൈഫിലും ജോൺ ജോ, പ്രൊഫഷണൽ ലൈഫിലും ജോൺ ജോ. ഇവൻ കാണുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അങ്ങനെ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ഭാര്യ അങ്ങനെയാണ്. അങ്ങനെയല്ല, ജോൺ ജോന്റെ ഒരു ജീവിത രീതി ഉണ്ടല്ലോ. അതായത് നമ്മള് നോക്കുമ്പോ ചില്ലാണ്. ജോൺ ജോയുടെ തലയിൽ വെറുതെ ഇരിക്കുമ്പോ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. സംഭവിക്കണില്ല. എനിക്ക് ആകെയുള്ളൊരു ഇത് ഞാൻ ഇത്ര ചില്ല ആവണമെന്ന് മോശമാണോ എന്നുള്ളത് മാത്രമേ, അതിന്റെ കുറ്റബോധം മാത്രമേ എനിക്കുള്ളൂ. പെരേപ്പാടൻ കുടുംബത്തിൽ ഇത്രയും സ്വത്തില്ലായിരുന്നെങ്കിലേ പ്ലാവല പറക്കി വിറ്റാ ജീവിക്കാൻ പറ്റും. സത്യം അവിടത്തെ അത്രയും കണ്ട പശുക്കള് കഴിച്ചിട്ടും ബാക്കിയാ അല്ലേ? തന്നെ കേട്ടോ അല്ലേ? ഈ ജനറേഷണൽ വെൽത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അനുഗ്രഹം തന്നെയാണ്. കണ്ടിട്ടില്ല. അതൊക്കെ അനുഗ്രഹമാണ്. നല്ല കാരണവന്മാരുണ്ടാണ് ആ കുടുംബത്തില്. നമ്മുടെ കാരണവന്മാർ വിറ്റ് കണ്ടിട്ടില്ല ചിലവ്. എന്നാലും ജോൺ ജോയിന് ഒരാളോട് ഇഷ്ടം തോന്നി അവർക്ക് തിരിച്ചാ ഇഷ്ടം വരാത്ത സിറ്റുവേഷൻസ് എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ ബേസിക്കലി എന്റെ കോളേജ് ലൈഫും എന്റെ ഇങ്ങനെ ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് പെൺപിള്ളേരായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ അറിയില്ല. ഞാൻ ചമ്മും ഇപ്പോഴായാലും എനിക്ക് അത്ര നന്നായിട്ട് പെൺപിള്ളേരോട് സംസാരിക്കാൻ അറിയില്ല, ഒരു പരിചയം ഇല്ലാത്ത ഒരാളോട്. റഫർ വെള്ളോടി കഥകൾ എനിക്ക് ഈ പറഞ്ഞ പോലെ. എന്നാലും ഒരാളുടെ അടുത്ത് അധികമായ ഇഷ്ടം തോന്നി. ബമ്പിളിലൊക്കെ എനിക്കാണെങ്കിൽ 2 ദിവസം സംസാരിച്ച് അപ്പൊ ഇഷ്ടം തോന്നും. അവര് 3 ദിവസം സംസാരിക്കാതിരിക്കും. അപ്പൊ എനിക്ക് വിഷമം തോന്നും. അപ്പൊ ഞാൻ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യും, വൈകിട്ട് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യും. അങ്ങനെ അല്ല, എന്റെ ബേസിക് സാധനം ഈ പറഞ്ഞ പോലെ എനിക്ക് അങ്ങനെ ആ കമ്മ്യൂണിക്കേഷൻ അത്ര എളുപ്പത്തിൽ അങ്ങനെ ഇത് അറിയില്ല. എന്റെ ഈ പറഞ്ഞ പോലെ കോളേജില് ഈ പറഞ്ഞ ക്രഷും പരിപാടി എന്നൊക്കെ പറയുന്നത് അത് ശുദ്ധ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിരുന്നു. അത് കാരണം നമുക്ക് അറിയാവുന്ന മെത്തേഡ്സ് അതൊക്കെയല്ലേ ഉള്ളൂ. സിനിമ പഠിപ്പിച്ചേക്കുന്ന അന്ന് ഇത്രയും അതാ പറഞ്ഞേ. അപ്പൊ എനിക്ക് അങ്ങനത്തെ ഇതുകൾ ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ഇന്ററാക്ഷനുകൾ തന്നെ എൻ്റെ ലൈഫിൽ വളരെ അപൂർവമാണ്. പിന്നെ ഞാൻ ഈ ഒരു മേഖലയിൽ എത്തിയതിനു ശേഷമാണ് സെലിബ്രിറ്റി ആണല്ലോ. അപ്പൊ അവിടത്തെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പല കോൺവെർസേഷനും ഇനീഷ്യേറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. അവിടെ നിന്നൊരു സാധനം വന്ന് നമ്മളൊരാളെ അങ്ങോട്ട് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ബിൽഡ് ചെയ്തെടുക്കാൻ ഭയങ്കര പണിയുണ്ട്. അതിന് ഒരു 200% നമ്മുടെ ഭാഗത്തു നിന്നുള്ള ശ്രമം വേണം. പക്ഷെ ഈ ഒരു പൊസിഷനിലെത്തി തുടങ്ങുമ്പോൾ ഞാൻ ആൾക്കാരായിട്ട് സംസാരിച്ചു തുടങ്ങുന്നത്. അപ്പൊ എനിക്ക് കുറേ കൂടി എളുപ്പമുണ്ടായിരുന്നു ആ സമയത്താണ് എനിക്ക് പിന്നെയും കുറച്ച് പെൺപിള്ളേരായിട്ടുള്ള ഒരു ഇന്ററാക്ഷനും കാര്യങ്ങളും അറ്റ്ലീസ്റ്റ് എനിക്ക് അവരോട് സംസാരിക്കാനൊക്കെ അറിയുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെ ലേറ്റ് ആയിട്ടാണ്. അപ്പൊ ജോൺ കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നത് വരെ അന്നൊരു ജോൺ സിഗ്മ ആയിരുന്നല്ലേ? സിഗ്മ എന്നല്ല, ഞാൻ നല്ല അല്ല, എനിക്ക് കോളേജിലൊക്കെ ഉണ്ടായിരുന്നു, ആഗ്രഹം ഉണ്ടായിരുന്നു നല്ലൊരു പ്രണയം വേണം എന്നാലും വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒരാളെങ്ങനെ ടാർഗറ്റ് ചെയ്ത് ശ്രമിച്ചിരുന്നു. നല്ല ഹൈറ്റ് ഉള്ള കുട്ടിയായിരുന്നു. ഹൈറ്റ് ഒക്കെ ഉള്ള കുട്ടിയായിരുന്നു. അതല്ല, ഞാൻ അതിനെ ആ ഒരു ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വളരെ മോശമായ രീതിയിലുള്ള എൻ്റെ മനസ്സിലാക്കലുകളും അപ്രോച്ചായിരുന്നു ഈ പറഞ്ഞ സംഭവം. റിലേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്കപ്പിന്റെ ഫീൽ ഉണ്ടായിരുന്നു അതിന്? നമ്മൾക്ക് നമ്മള് ഈ പറഞ്ഞ പോലെ വെള്ളമടിക്കുമ്പോൾ നമുക്ക് ഈ വികാരം വരണുള്ളൂ. അല്ലാത്ത സമയത്ത് ഞാൻ ശാന്തന. പക്ഷെ കോളേജിൽ പഠിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം അടിക്കുമല്ലോ. അപ്പോൾ ഇല്ല, നമുക്ക് അവിടെ നമുക്ക് തോന്നുന്ന സംഭവം എന്താണെന്ന് അറിയാം. നമ്മള്
റിജക്ഷൻ ആയിരിക്കും അതിന് നമുക്ക്. അതായത് എന്താ ഇപ്പൊ എന്റെ പ്രശ്നം, എന്താ എന്റെ കുഴപ്പം എന്നുള്ളത് നമുക്ക് മനസ്സിലാവാത്ത എന്റെ ഒരു ഇതാണല്ലോ ഈ പറഞ്ഞ പോലെ. ജോൺ 80-20 റൂളിൽ വിശ്വസിക്കുന്നു. എന്നിട്ട് 80-20 റൂള് ഇത് ഭയങ്കര ടോക്സിക് ഒരു ടോക്സിക് ട്രീറ്റ് ആയിട്ട് പറയപ്പെടുന്ന സാധനം മറ്റേ അഡോൾസൻസിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് 80% പെൺകുട്ടികൾക്കും 20% വരുന്ന ആൺകുട്ടികളോടായിരിക്കും താല്പര്യം, ബാക്കി 80% വേസ്റ്റ് ആണെന്നുള്ള, അതായത് അവർക്ക് കിട്ടത്തില്ല അല്ലെ, അങ്ങനെ ഒരു സാധനമാണ്. അങ്ങനെ ഒരു ടോക്സിക് മാസ്കുലിൻ ഇൻഫ്ലുവൻസസ് എല്ലാം പുഷ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇത്. പിള്ളേർക്ക് അതായത് 20% ആൺകുട്ടികൾക്കോ, അതായത് 80% വരുന്ന പെൺകുട്ടികൾക്കും ഇപ്പുറത്തെ 20% വരുന്ന ആൺകുട്ടികളോടായിരിക്കും താല്പര്യം അവരെ കിട്ടാം. അത് ഇങ്ങനെ looks ഉള്ള ആൾക്കാരെ 80% ഇതിനോട് ഒരു തരത്തിൽ നടക്കത്തില്ല, വെറുതെ അവർ പോകും. അവരൊക്കെ എങ്ങനെങ്കിലും ഒക്കെ സെറ്റ് ആയാലും സെറ്റ് ആവത്തുള്ളൂ എന്നുള്ള രീതിയിൽ ഒരു റൂൾസ്. അപ്പോൾ അതിൽ നമ്മൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം, നമ്മൾ ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞ് അജൻ ഇത് പുഷ് ചെയ്യുന്ന കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. നമ്മള് അതിന് വേണ്ടി ഭയങ്കര 20% കയറാൻ വേണ്ടിട്ട് ജിമ്മിൽ പോകണം. എന്നെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ടാണ് കിട്ടാഞ്ഞത്. അല്ല, ഞാനീ പറഞ്ഞ പോലെ എഫർട്ടും വളരെ മോശമാണ്. വലിയ കാര്യമായിട്ടുള്ള എഫർട്ടൊന്നും ഇട്ടില്ല. ഞാനീ പറഞ്ഞ അല്ല കോളേജ് സമയത്തുള്ളതിലും ഞാൻ വലിയ എഫർട്ടൊന്നും ഇട്ടില്ല. ഞാനീ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോലെ ഇന്ററാക്ഷൻ വരുന്നത് ചെക്കന്മാരോടാണ്. 10-20 ചെക്കന്മാരെ ഡീൽ ചെയ്യാൻ എളുപ്പമാണ്, ഒരു ചിക്കനെ ഡീൽ ചെയ്യുന്നത് ആ സമയത്ത് ബുദ്ധിമുട്ട് തന്നെയാണ്. എന്റെ ഫ്രണ്ട്സ് സർക്കിളിൽ പോലും അങ്ങനെ കോളേജിൽ പഠിക്കുമ്പോഴൊന്നും പെൺപിള്ളേരില്ല. അത് ഞങ്ങൾക്ക് അന്ന് കലിപ്പന്മാരെന്ന് പറഞ്ഞൊരു വേറെ ഭയങ്കര പെണ്ണുങ്ങളോട് മിണ്ടാത്ത ആണുങ്ങൾക്കാണ് ഇത്. ഇവന്മാർക്ക് മുട്ടുമുട്ടി ഇടിച്ചിട്ടുള്ള അവർക്ക് അറിയില്ല. എന്റെ കൂട്ടുകാരനുണ്ട്, അവന്റെ പേര് ഞാൻ പറയണില്ല, നല്ല ലുക്കുള്ളൊരു. അപ്പൊ അവനവിടെ ഈ പറഞ്ഞ പോലെ ഹോസ്റ്റലിലൊക്കെ പെൺപിള്ളേർക്ക് ചർച്ചാ വിഷയമുള്ള ഒരുത്തനാ. അവൻ നല്ല ലുക്കൊക്കെ ഉണ്ട് കാണാൻ, നല്ല പക്ഷെ സിഗ്മയാണ്, ചുഗ്മയാണ് അവൻ. പെൺപിള്ളേരൊക്കെ ഒന്നും അങ്ങനെ സംസാരിക്കുന്നത്. ഇപ്പൊ എന്റെ മുട്ടുമുട്ടിടിച്ചു എന്റെ ഫോൺ കൊടുത്തവൻ കലക്കും, ചാറ്റിൽ ഇവൻ പിടിച്ച് ഇട്ട് കളയും. പക്ഷെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ സംസാരിക്കാറില്ല അവൻ. ഞാനീ പറഞ്ഞ അതൊക്കെ എന്റെ ഫേസിൽ പെട്ടിട്ടുള്ള ആൾക്കാരാ. അവൻ ഇപ്പോഴും ആ ഫേസിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടില്ല. അങ്ങനത്തെ ആൾക്കാരുണ്ട്. എനിക്ക് എഫേർട്ട് ഇടുന്നത് ബേസിക്കലി ആ ജെന്യൂനായിട്ട് ഇഷ്ടം തോന്നുവാണെങ്കിൽ ഭയങ്കര, എനിക്ക് തോന്നുന്നു എല്ലാ കാര്യത്തിലും അതുപോലെ തന്നെയാണ്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഡേറ്റിംഗ് ആപ്പ് അത്ര വർക്കാവണില്ല. കാരണം നമുക്ക് ഡേറ്റിംഗ് ആപ്പിൽ ഒരു പ്രൊഫൈല് കണ്ടാൽ അവരോട് ആ ഒരു മീറ്റ് ചെയ്യുന്ന ആ വൈബിന്റെ സാധനം. എനിക്ക് പിന്നെ ഈ സാധനം പറ്റില്ല, ചാറ്റില്ലേ. എനിക്ക് നമ്മള് ഒരു സെന്റൻസ് ടൈപ്പ് ചെയ്ത് വിട്ടതിന് നമ്മൾ ഉദ്ദേശിച്ച ഒരു ഇതിലാണ് റീഡ് ചെയ്യണത്. അതായത് ടെക്നിക്കൽ പ്രശ്നം എന്നല്ല, വൺസ് നമ്മൾ പരിചയപ്പെടാത്ത ഒരാൾ ടെക്നിക്കൽ പ്രശ്നം നീ ഇമോജീസ് കൊടുത്ത് വിട്ടേക്കുന്നത് അല്ലല്ല, അവിടെയും പ്രശ്നം വളരെ ഒഫൻസീവ് ആയിട്ടുള്ള സാധനം എഴുതിയിട്ട് അതിന്റെ താഴെ അവസാനം ഒരു ചിരിയും കൂടെ ഇല്ല. ഈ ഇമോജി ആൾക്കാർ ഇന്റർപ്രറ്റ് ചെയ്യുന്ന പല രീതിയിലാണ്. എനിക്കിപ്പോ ഇവൻ എനിക്കൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇവന്റെ ടോണിൽ എനിക്ക് വായിക്കാൻ പറ്റും. ഇവൻ ഉദ്ദേശിച്ചൊരു സാധനം എനിക്ക് മനസ്സിലാവും. ഒരിക്കലും ഒരു എനിക്ക് എന്റെ തലയിൽ ഓടുന്ന പ്രശ്നങ്ങളാണ് അത്. എനിക്ക് ഒരു പരിചയമില്ലാത്ത ഒരാളെ ചാറ്റ് ചെയ്യുമ്പോ എനിക്ക് അങ്ങനെ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയാണോ റീഡ് ചെയ്യുക, അതായത് ഇവർക്ക് ഞാൻ എങ്ങനത്തെ ഒരാളാണെന്ന് അറിയില്ല, ഞാൻ എല്ലാം സീരിയസ് ആയി പറയുന്ന ആളാണോ, ഞാൻ 90% വഷളത്തരം പറയുന്ന ഒരാളാണ്. അപ്പൊ അത് അങ്ങനെ റീഡ് ചെയ്യൂ. ആ സാധനമൊന്നും എനിക്ക് എപ്പോഴും ഭയങ്കര കോൺഷ്യസ് ആണ് ഞാൻ. എനിക്കത് കാരണം ചാറ്റ് ഒരിക്കലും ഒരു പരിചയമില്ലാത്ത ഒരാളോട് ചാറ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. എനിക്കൊരു ഹായ് എന്നാൽ ഒരു ഹായ് തിരിച്ചയക്കാൻ പറ്റാറുള്ളൂ. ഞാനിപ്പോ ബമ്പിളിൽ സംസാരിക്കാവുന്നതാണ് ചോദിക്കണം. ചാറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല, ചുമ്മാ ചാറ്റിന്റെ ഓപ്പൺ മൈക്ക് അടിക്കണോ, രണ്ടു മൂന്ന് മെറ്റീരിയൽ ട്രൈ ചെയ്ത് നോക്കാമെന്നല്ലാതെ അതൊക്കെ എനിക്ക് ഇനി ആരും എഫേർട്ട് ഇടാൻ വയ്യ, നമ്മുടെ പ്രായം കഴിഞ്ഞാണ്. എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര എളുപ്പത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പോയിട്ട് സ്കൂളിൽ എനിക്കൊരു ക്രഷ് വന്നത് എങ്ങനെയാന്ന് വെച്ചാ, അന്ന് 2 ഫേമസ് റെസ്ലേഴ്സാണ്, കേനും പിന്നെ RB അല്ല മറ്റേ RBW റോബൻ ഡാം. അപ്പോ കെയ്ൻ റാങ്ക് നമ്പർ 5ഉം റോബൻ ഡാം റാങ്ക് നമ്പർ 7. ഇവര് ഭയങ്കര ടാഗ് ടീമാണ്. അപ്പൊ ഞാൻ ക്ലാസ്സിൽ റാങ്ക് നമ്പർ 5ഉം ആ പെണ്ണ് റാങ്ക് നമ്പർ 7ഉം ആകുമ്പോൾ നമ്മൾ രണ്ടുപേരും സെറ്റ് ആവുന്നത്. അങ്ങനെയാണ് എന്റെ പ്രണയം, മനസ്സിലല്ലേ. അപ്പൊ ഇഷ്ടപ്പെടാൻ അങ്ങനെ പിള്ളേർ കളിയാക്കുമ്പോഴാണ് നമുക്ക് നമ്മൾ വിചാരിക്കുന്ന പോലും ഉണ്ടാവില്ല. പക്ഷെ ഇങ്ങനെ ഏതെങ്കിലും ഒരു പെങ്കൊച്ചിനെ വെച്ച് നമ്മളെ കളിയാക്കും. അപ്പൊ നമ്മളൊന്നിങ്ങനെ കുറെ ദിവസം കഴിയുമ്പോൾ നമ്മൾ ഇനിയിപ്പോ എന്തെങ്കിലും ഉണ്ടോ. എന്നെ ഫ്രണ്ട്സ് അങ്ങനെ പറയല്ല, അവളിതിനെ നോക്കി അത് മറ്റേ ഹാഷന്റെ റീലുണ്ടല്ലോ, സിർമക്ക എല്ലാരും എന്നെ നോക്കുന്നു, നമ്മളെ നോക്കുന്നത്.
അത് ആ ഒരു എനിക്ക് ഡേറ്റിംഗ് ആപ്പിലാണെങ്കിൽ പിന്നെ എനിക്ക് തോന്നുന്നു ഡേറ്റിംഗ് ആപ്പിൽ ഒരു പോയിന്റ് വരെ കുറേ ചോയ്സസ് ഉള്ള പോലെ ഒരു ഫീലിംഗ് നമുക്ക് വരും. പക്ഷെ അതുകൊണ്ട് തന്നെ ആൾക്കാർ ഭയങ്കര സേഫായിട്ടാണ് കളിക്കണം. കാരണം ഈ നമ്മൾ ഇഷ്ടത്തിലാവുക എന്ന് പറഞ്ഞ ഒരു ലെവൽ ഓഫ് റിസ്ക് എടുക്കലാണല്ലോ. നമ്മൾ മൂഞ്ചിത്തെറ്റി പക്ഷെ ആ വൾണറബിൾ ആവാതെ ആൾക്കാർ ഇരിക്കാത്ത ഒരു കാരണം എന്ന് പറഞ്ഞാൽ കാരണം ഡേറ്റിംഗ് ആപ്പിൽ നോക്കുമ്പോൾ കണ്ടമാനം മാച്ച് വന്ന് നടക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് എന്തിനാണ് ഞാൻ ഡിഫിക്കൽട്ട് കോൺവെർസേഷൻ, നമുക്ക് ഒരാളെ കൂടുതൽ അറിയുമ്പോഴല്ലേ അവർ കൂറയാണെന്ന് മനസ്സിലാകുന്നത്. അപ്പം നമുക്ക് തോന്നും ഇവർ പെർഫെക്റ്റ് ആണെന്ന്, ഇവരുമായിട്ട് കൂടുതൽ ഇവരും കൂറയാണ്. മറ്റേത് ഇത്രയും ഓപ്ഷൻസ് ഇല്ലെങ്കിൽ നമ്മൾ അവരെ അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ചുകൂടെ. അത് എല്ലാ ഈ റിലേഷൻഷിപ്പ് തുടങ്ങുമ്പോഴും ഇല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ തോന്നുന്നു. എല്ലായ്പ്പോഴും നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ നമ്മളെല്ലാവരും പെർഫെക്റ്റ് ആണ്. ആദ്യത്തെ ഒരു 2 മാസം നമുക്കൊരു ഹോർമോണൽ സാധനവും കൂടെ ഉണ്ട്. നമുക്ക് ആളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ഭയങ്കര എഫേർട്ട് എടുക്കില്ലേ? അങ്ങനെയാണല്ലോ എല്ലാരും. ഈ സാധനങ്ങളൊക്കെ തുടങ്ങുന്നത് എപ്പോഴാ? ആദ്യത്തെ 2-3 മാസം നമുക്ക് ഹോർമോണലി ഒരു പ്രണയം ഉണ്ടാവും. അതെ, അവരെ കാണുമ്പോ ഒരു സന്തോഷം അല്ലേ ജോൺ? ഇപ്പൊ അങ്ങനെ തോന്നില്ലല്ലോ. ജോണിന് ബ്രേക്കപ്പ് കഴിഞ്ഞിട്ട് പോകുന്ന പോലെയാണ് ഓരോ സമയം വീണ്ടും കാണുമ്പോ. അപ്പൊ ഒരു വലിയ ബ്രേക്ക് തുടക്കമുള്ള ഒരു മറ്റേ ഫയറും അല്ല, അതിന് വേറൊരു രീതിയിലേക്ക് ഇവോൾവ് ആവുക ചെയ്യുന്നുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ജോൺ അനുവിനെ സ്നേഹിക്കുന്ന പോലെ എനിക്ക് ഒരാളെ സ്നേഹിക്കാൻ പറ്റട്ടെ എന്നാണ് എന്റെ ഈ ഭാഗം മാത്രം എപ്പിസോഡിന്റെ ആദ്യം ഇട്ടോ. മേഗി സ്നേഹിക്കുന്ന പോലെ നീ എന്തുദ്ദേശിച്ചിട്ടാണ് കൊടുക്കും. ജോൺ ആണെങ്കിൽ എപ്പോഴും വിളിക്കും. ഞാനും ജോണും തമ്മിൽ ഒരു സീരിയസ് കാര്യം സംസാരിച്ചോണ്ടിരിക്കുവാണെങ്കിലും അനു വിളിക്കുവാണെങ്കിൽ ജോൺ അത് അവന്റെ സ്നേഹത്തിലല്ല, നിന്നെ ഒഴിവാക്കുന്നതാണ്. നിന്നെ കൊള്ളാൻ അങ്ങനെ അല്ല. അനു കാരണം ഇവിടെ ജോൺ എന്ന് സംസാരിക്കും. ജോൺ കട്ട് ചെയ്യും. ഞാൻ കണ്ടിട്ടുണ്ട്. അനുയുടെ കാര്യങ്ങളെല്ലാം ജോണിന് അറിയാം. നടക്കുന്നത് അനുയുടെ മെഡിക്കൽ സർജറി ചെയ്തു, അത് ചെയ്തു. ഭയങ്കര കണ്ണിന്റെ അതാ ഇയാള് അനു ചെയ്ത സർജറിയുടെ കണ്ണിന്റെ പ്രശ്നങ്ങൾ ഇവന്റെ സൈഡാണോ ഓപ്പോസിറ്റ് സൈഡാണോ? ഉള്ള കാര്യമുള്ള പോലെ എന്താ വെച്ചാ ജോൺ റിലേറ്റീവ്ലി കൂടുതൽ സമയം അവൈലബിൾ ആണ്. അനു എപ്പോഴൊരു അല്ല ഹെക്ടിക് ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയം അപ്പോഴേ പുള്ളിക്കാരിക്ക് ഫോൺ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇറങ്ങുമ്പോഴൊക്കെ പുള്ളിക്കാരി വിളിക്കും. അപ്പോൾ ജോൺ സംസാരിക്കുന്ന അന്നത്തെ അപ്പോൾ പുള്ളിക്കാരി അവിടെ തൊട്ട് ഇവിടം വരെയുള്ള അപ്ഡേറ്റ്സ് കൊടുക്കും. ആ ഷിഫ്റ്റിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ പറയും, തെറി പറയും. ഇവള് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഈ സാധനങ്ങളൊക്കെ പറയും. അത് ക്യൂട്ടാണ്. അത് കുറേ നാളായിട്ട് ഇവർ ചെയ്യുന്നുണ്ട്. എനിക്ക് പ്രണയത്തിനെ പറ്റി തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അല്ല ഈ ലൈഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സിംഗിൾ പ്ലെയർ ഗെയിം അല്ല. ലൈഫ് എന്ന് പറഞ്ഞ ഒരു 2 പ്ലെയർ ഗെയിമാണ്. 3, 4 ഒക്കെ അല്ലേ? 2 പേര് തമ്മിൽ ഷെയർ ചെയ്ത് ജീവിക്കുമ്പം അത് ജീവിതം. എനിക്ക് തോന്നുന്നു ജീവിതമല്ല, നമ്മുടെ സൊസൈറ്റി അങ്ങനെ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്ന, അത് 2 ആൾക്കാർക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ്. ഏറ്റവും വലിയ പ്രശ്നം ലോൺലിനെസ് ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റീല് കണ്ടായിരുന്നു. അതിൽ ഒരു എലി ഒന്നും കഴിച്ചില്ല, ഞാൻ എല്ലാവർക്കും കഴിച്ചു. അപ്പോൾ ബേസിക്കലി ഒരു എലീനെ അവരാണെങ്കിൽ ഒരു കൂട്ടിലിടും ഒറ്റയ്ക്ക്, എന്നിട്ട് കൊക്കൈൻ കലർത്തിയ വെള്ളം കൊടുക്കും. അപ്പോൾ എലി കൊക്കൈൻ അടിച്ചടിച്ച് അഡിക്റ്റഡായി മരിച്ചു പോകും. ഇനി അവരൊരു കൂട്ടം എലികളെ ഒരു കൂട്ടിയിട്ട് അവിടെയും കൊക്കൈൻ കലർത്തിയ വെള്ളം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ എലികൾ കൊക്കൈൻ കലർത്തിയ വെള്ളം കുറച്ചേ അടിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അടിക്കാതെ ഇരിക്കുകയാണ്. അവരെത്ര വേണമെങ്കിലും കൊടുക്കും, അത് കുഴപ്പമില്ല, എത്ര വേണമെങ്കിലും കൊടുക്കും. ഇതിൽ നമ്മളെന്ത് മനസ്സിലാക്കണം, നമ്മൾ കൊക്കൈൻ അടിക്കുമ്പോൾ അല്ല. അപ്പൊ പറയുന്നതെന്ന് വെച്ചാൽ അഡിക്ഷന്റെ ഓപ്പോസിറ്റ് സോബറേറ്റി അല്ല, അഡിക്ഷന്റെ ഓപ്പോസിറ്റ് കണക്ഷൻ ആണെന്നുള്ള ഒരു സാധനമാണ്. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ തന്നെ ഒരു കുട്ടി ഏറ്റവും കൂടുതൽ കരയുന്നത് ഭക്ഷണത്തിന് വേണ്ടിയിട്ടല്ല, കണക്ഷന് വേണ്ടിയിട്ടാണ്. കാരണം നമുക്ക് ഇമോഷണലി റെഗുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വേറെ ഒരാളുടെ സഹായം പലപ്പോഴും ആവശ്യമുണ്ട്. അങ്ങനെ ഇമോഷണൽ റെഗുലേഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഒരു പങ്കാളി വേണം എന്നുള്ളത് വളരെ മസ്റ്റാണ്. മനുഷ്യനൊരു ഒരു ഇണയെ തപ്പുന്നതിൽ ഒരു പ്രശ്നം ഒരു തെറ്റില്ല. വെറുതെ ചുകുമാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞേക്കുന്നമാരൊക്കെ സമയത്തിന് കെട്ടിയിട്ടുണ്ട്. ശ്രദ്ധിച്ചാ മതി. അല്ലേ? റിഞ്ചാദ് എപ്പോ കെട്ടും? ഞാൻ എന്റെ ഞാൻ കുറച്ച് മുന്നേ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കല്യാണം കഴിക്കാനുള്ള സാധനമില്ല, മെയിൻ സാധനമില്ല, അത് നമുക്കറിയാം. ഇമോഷണൽ അവൈലബിലിറ്റി ജോൺ എന്റെ കൂടെ ഷെയർ ചെയ്യുന്നത്. അതായത് ഈ ഇമോഷണലി
ഞാൻ കുറച്ചുകൂടെ ബെറ്റർ ആവാനെന്നുണ്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അതൊരിക്കലും ആവത്തില്ല. പറയട്ടെ. അതായത് ഞാൻ ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം മുമ്പ് ഞാൻ കെട്ടിയിരുന്നറിഞ്ഞ് ഞാൻ ഇപ്പോഴേക്കും വിട്ടിട്ട് അല്ലെ ഞാൻ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയി എനിക്കും തോന്നാറുണ്ട്, ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് പണ്ടായിരുന്നു. എനിക്ക് ഇപ്പോഴും തോന്നാറുണ്ട്, ഇനിയും തോന്നാറുണ്ട് എന്റെ ഇപ്പൊ. പക്ഷെ ഞാൻ ഇപ്പൊ റിലേറ്റീവ്ലി ബെറ്റർ ആണ് ആൻഡ് ഐ എം കണ്ടിന്യൂയിങ് ടു ഗെറ്റ് ബെറ്റർ. ഇത് പയ്യെ ഇൻ ടൈം അത്രേ ഉള്ളൂ. പതുക്കെ മതി, ധൃതിയൊന്നുമില്ല. സന്തോഷായില്ലേ? അപ്പോൾ guys, നമ്മൾ കൂടുതൽ ബ്രേക്കപ്പ് സ്റ്റോറീസ് വരും, കാരണം മഹാദേവൻ ഒരുപാട് എപ്പിസോഡായിരുന്നു. ആർക്ക് ശോകം? കുഴപ്പമില്ല, ജോണൊന്നും പറയില്ല അതിന്. ഓക്കെ, എന്റെ ഫോൺ പേടിക്കണ്ട, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മറ്റേ എപ്പിസോഡ് നിങ്ങൾ എന്തായാലും എഴുത്തെഴുതാനും മറക്കണ്ട. ഒരു ഇല്ലൻഡോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് കാർഡോ നിങ്ങൾ പോസ്റ്റ് ഓഫീസിൽ പോയി വാങ്ങുക, ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റിന്റെ പൈസ കൊടുത്ത് രക്ഷിക്കുക. എന്നിട്ട് അഡ്രസ്സ് ഇതിന് താഴെ കമന്റ് ആയിട്ട് ടാഗ് ചെയ്ത് വെക്കും, പിൻ ചെയ്ത് വെക്കും. നിങ്ങൾ നിങ്ങളുടെ കമന്റ് ചെയ്യുന്നതല്ല നിങ്ങളുടെ ഒരു അഭിപ്രായം, പ്രത്യേകിച്ച് നമ്മൾ നിർത്താൻ പോകുന്ന ഡിസ്കഷൻ ഈ അഡ്രസ്സിൽ നമ്മൾ എപ്പോഴും ഉണ്ടാവാറില്ല. അപ്പൊ അടി പിടിയൊക്കെ നിങ്ങളുടെ വരണ്ട. ഇത് ഇവിടെ വന്ന് നമ്മുടെ ഇവിടെ വന്ന് കിടക്കും, അത്രേ ഉള്ളൂ. അഡ്രസ് പിൻ ചെയ്ത് വെക്കും. നിങ്ങൾ എഴുത്ത് നമുക്ക് അങ്ങനെ ആ എഴുത്ത് നമ്മൾ വായിക്കുക. അത് ഭയങ്കര ഒരു സംഭവമാണ്. അത് അത്ര ഒരു എഫർട്ട് അങ്ങനെ വരുമോ നമുക്ക് നോക്കാം, ഒരു എഴുത്ത് വരുമോ നോക്കാം. അങ്ങനെ വരുന്ന എഴുത്തിന് നമ്മളും തിരിച്ച് അവരുടെ അഡ്രസ്സിലോട്ട് ദീപക് മറുപടി തരുന്നതായിരിക്കും പേഴ്സണലി. പൂർണ്ണ കൈയക്ഷരന്മാരാണെങ്കിൽ അക്ഷരത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആര് മറുപടി തരണം എന്നുള്ളത് നിങ്ങൾ പറഞ്ഞോളൂ. അങ്ങനെ നിന്നെ ഞാൻ പറയുന്നത്, നീ പേടിക്കണ്ട. നീ പ്രിന്റ് ചെയ്താൽ മതി, ടൈപ്പ് ചെയ്ത് അയക്കാൻ. ഓക്കെ, അപ്പൊ നമുക്ക് അതിൽ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു. കൂടുതൽ ബ്രേക്കപ്പ് ചെയ്യുക, കൂടുതൽ ഇമോഷണലി സ്ട്രോങ് ആവുക. ബ്രേക്കപ്പ് ഒന്നും അവസാനമല്ല, പ്രകാശം പരക്കട്ടെ. ആരംഭം മാത്രമാണ്. അല്ല, ഓരോ കല്യാണം കഴിഞ്ഞിട്ടാണ് ബ്രേക്കപ്പ് ചെയ്യാൻ. ഒരു ബ്രേക്കിംഗ് ആൾക്കാർ കൂടുതൽ ഇമോഷണലി സ്ട്രോങ് ഈ ആവുന്നു. ഡിസ്കഷൻ ഡിവോഴ്സിലോട്ടൊക്കെ പോണായിരുന്നു, പക്ഷേ എവരി എൻഡിങ് ഇസ് എ ന്യൂ ബിഗിനിങ്. യെസ്, ഓൺ ദാറ്റ് പോസിറ്റീവ് നോട്ട് വൈൻഡപ്പ് ചെയ്യാം. ബൈ ബൈ.